ഹായ് മക്കളെ, വെൽക്കം ടു റൈസ് ജെഇ ചാനൽ. നമ്മൾ ജെഇയിലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ജെഇ എൻഡ് ഗെയിം എന്ന് പറയുന്ന സെഷൻസാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിലുള്ള 6 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ മെക്കാനിക്സിലുള്ള ചാപ്റ്ററിൻ്റെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, ഗ്രാവിറ്റേഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എല്ലാം അങ്ങനെ 6 ചാപ്റ്ററുകളാണുള്ളത്. സോളിഡ്, ഫ്ലൂയിഡ് അടക്കമുള്ള 6 ചാപ്റ്ററുകൾ. ഇതിൽ നിന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റ്സും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്ന സൗണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്നോ ഓക്കെ എന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്, ക്ലിയർ. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. നിങ്ങളുടെ കയ്യിൽ ചിലർക്കൊക്കെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കോ. എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് a/2 ഈസ് കട്ട് ഔട്ട് ഓഫ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് a ആസ് ഷോൺ ഇൻ ദി ഫിഗർ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് നമ്മൾ കൊണ്ടുവച്ചത് ഇതാ ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അതിൽ നിന്നും ഇതിൻ്റെ റേഡിയസ് എ ആണ്. ഓക്കെ, ഡിസ്കിൻ്റെ റേഡിയസ് എ ആണ്. അതിൽ നിന്നും a/2 റേഡിയസ് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് a/2 റേഡിയസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ നിന്ന് കട്ടായി പോകും. റെഡി അല്ലേ? ഈ കട്ട് ചെയ്ത് പോകുന്ന ഈ പോയിന്റ് എന്തായിരിക്കും? ഈ ഡിസ്കിൻ്റെ സെൻറ്റർ ആയിരിക്കും. വലിയ ഡിസ്കിൻ്റെ സെൻറ്റർ ആയിരിക്കും ഈ പോയിന്റ്. അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ദി സെൻട്രോയിഡ് ഓഫ് ദി റിമൈനിങ് സർക്കുലർ പോർഷൻ വിത്ത് റെസ്പെക്ട് ടു ദി പോയിന്റ് O. അതായത് റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് ഏതാ? ശരിക്കും റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പോർഷൻ അല്ലേ. ഇതാ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ബാക്കി ഉണ്ടാവുക ഇതായിരിക്കും. ഈ ഒരു പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് മാസ്. സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞാൽ ഈ കേസിൽ സെയിം ആയിരിക്കും. പ്ലാനാർ ബോഡീസിൻ്റെ ഒക്കെ സെൻറ്റർ ഓഫ് മാസ് സെൻട്രോയിഡ് സെയിം ആയിരിക്കും, യൂണിഫോം പ്ലാനാർ ബോഡീസ് ആണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ചോദിച്ചിരിക്കുന്ന സംഗതി എന്തായിരിക്കും? നോക്കിക്കോ, ഇതിനകത്ത് യെസ്, ഈ ഒരു ഒറിജിനിൽ നിന്നും ഇവിടെ ഇങ്ങനെയായിട്ട് സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുമല്ലോ. ഈ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക നോക്കിക്കോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു ഡിസ്കുകളുടെയൊക്കെ മാസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ വലിയൊരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഈ ഡിസ്കിൻ്റെ മാസ് m ആണ്, ഇതിൻ്റെ റേഡിയസ് a ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ മാസ് ഡെൻസിറ്റി ചെയ്താലോ? സിഗ്മ എങ്ങനെയാണ് വരിക? മാസ് ബൈ ഏരിയ. മാസ് ബൈ ഏരിയ എത്രയാ? πa². ഇങ്ങനെയല്ലേ വരിക? റെഡി? πa². ഇനി ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ചെറിയൊരു ഡിസ്ക് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ റേഡിയസ് എത്രയാണ്? a/2. അപ്പോൾ ഇതിൻ്റെ ചെറിയ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ സിഗ്മ ഇൻറ്റു ഏരിയ ചെയ്യേണ്ടി വരും. സിഗ്മ എത്രയാണ് നമ്മൾ എഴുതി വെച്ച്? m/πa². ഇതിൻ്റെ ഏരിയ എത്രയുണ്ടാവും? πr² വെച്ചാൽ πa/2 ഹോൾ സ്ക്വയർ അല്ലേ. പൈ ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ a² കട്ടാവും. ബാക്കി 2ൻ്റെ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ m/4 എന്നായിരിക്കും വരിക. റെഡിയാണോ? നോക്ക്, വലിയ ഡിസ്കിൻ്റെ മാസ് m ആണെങ്കിൽ അതിലുള്ള ചെറിയ ഡിസ്കിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയ ചെറിയ ഡിസ്കിൻ്റെ മാസ് എത്രയായിരിക്കും? m/4 ആയിരിക്കും. അപ്പോൾ ഇനി എന്താ സംഭവിക്കണേ? ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഈ പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ബാക്കിയുള്ള പാർട്ടിൻ്റെ മാസ് എത്രയാണ് ഉണ്ടാവുക? ബാക്കിയുള്ള പാർട്ടിൻ്റെ മാസ് എത്രയാണ് വരിക? ടോട്ടൽ മാസ് m ആയിരുന്നു, അതിൽ നിന്ന് m/4 നമ്മൾ കട്ട് ചെയ്ത്. അപ്പോൾ എത്രയാണ് വരിക? 3m/4 ആയിരിക്കും വരിക. റെഡി അല്ലേ? മറന്നു പോയത്, വലിയ ഡിസ്കിൻ്റെത് m, കട്ട് ചെയ്ത് ഒഴിവാക്കിയ ചെറുതിൻ്റെത് m/4, ബാക്കിയുള്ള പോർഷൻ്റെത് 3m/4. ഇത്രയും മാസുകളാണുള്ളത്. മാത്രമല്ല ഈ ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കിയ പോർഷനില്ലേ, ഈ കട്ട് ചെയ്ത് ഒഴിവാക്കിയ പോർഷനിൽ നമ്മൾ കറക്റ്റ് ഈ ഡയമീറ്ററിലൂടെ ഇങ്ങനെ ഇതല്ലേ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും. ഈ ലൈനിൽ തന്നെ ആയിരിക്കും വരിക. സിമെട്രി കാരണം ദാ ഈ ലൈനിൽ തന്നെ. ആദ്യം ശരിക്ക് ഈ ഡിസ്കിൻ്റെത് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അത് കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടാവും, കാരണം ഈ സൈഡിൽ മാസ് കൂടുതലാണ്. അതുകൊണ്ട് റെഡി അല്ലേ? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി എന്താ ചെയ്യുക നോക്കിക്കോ. ഇതിനകത്ത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ? ഈ വലിയ ഡിസ്ക് ഉണ്ടല്ലോ, വലിയ ഡിസ്ക്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരുന്നു? കറക്റ്റ് സെൻറ്ററിലായിരുന്നു. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ലേ ഒന്ന്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ് അല്ലേ. ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഇതാ ഇവിടെ ഞാൻ റെഡിൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു. റെഡി അല്ലേ? ഇതിന് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, എക്സ് എന്നതിന് പേര് കൊടുത്തു.
ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ആ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉണ്ട് സെൻറ്റർ ഓഫ് മാസ്, ഈ ഡിസ്റ്റൻസിന് എക്സ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇത് ഏതിൻ്റെ സെൻറ്റർ ഓഫ് മാസാണ്? ഞാൻ പറഞ്ഞു ഇതാ ഈ ഒരു ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ, ഇതാ ഈ ഒരു പോർഷൻ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഇത്. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? പഴയ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഈ ഡിസ്ക് ഉണ്ടല്ലോ, ഈ ഡിസ്കും കൂടെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കുക. അത് കൊണ്ടുവെക്കുമ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക ഇവിടെ അല്ലേ? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ് ഉണ്ടാവുക? ഈ ഡിസ്റ്റൻസ് ആദ്യം ഈ ഒരു റേഡിയസ് എ അല്ലേ? ഈ റേഡിയസ് എ ഉണ്ട്, പിന്നെയോ ചെറുതിൻ്റെ a/2 ഉണ്ട്. അപ്പോൾ a+a/2 3a/2 ആയിരിക്കും ഈ ഡിസ്റ്റൻസ്, 3a/2. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കി ഈ ഒരു പാർട്ടും പിന്നെയോ ഈ ഒരു പാർട്ടും രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡിസ്ക് തന്നെ തിരിച്ച് കിട്ടൂലേ? വലിയ ഡിസ്ക് തന്നെ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ തന്നെ ആവൂലേ? ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ 2 പീസാക്കി കൺസിഡർ ചെയ്യുക ചെയ്യുന്നത്. 2 പീസാക്കി കൺസിഡർ ചെയ്തിട്ട് എക്സ് ആക്സിസ് ഇവിടെ ഒറിജിൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ആ വലിയ ഡിസ്കിൽ നിന്ന് കട്ട് ചെയ്ത ആ പാർട്ട് ഉണ്ടല്ലോ, ആ 3m/4 മാസ് ഉള്ള പാർട്ടിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് എടുത്തു. ഇനിയോ ചെറിയ പീസ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് ഒഴിവാക്കിയേ, അതിന് നമ്മൾ എന്ത് ചെയ്തു? m/4 മാസ് ഉള്ളത് ഇവിടെയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഈ 2 എണ്ണം കൂടെ ക്ലബ്ബ് ചെയ്യുമ്പം ഇതും കൂടെ ക്ലബ്ബ് ചെയ്യുമ്പം നമുക്ക് ഈ വലിയ ഡിസ്കാ കിട്ടുന്നത്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ അല്ലേ നിൽക്കുന്നത്? അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കും, ഇതാ ഇവിടെ. റെഡി അല്ലേ? ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ആദ്യത്തേതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എത്രയാ? ഡിസ്റ്റൻസ് എക്സ്. ഇത് രണ്ടാമത്തേതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അത് എത്രയാ? ഡിസ്റ്റൻസ് 3a/2. രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? കറക്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എ അല്ലേ വരിക? ഇനി നിങ്ങൾക്ക് അറിഞ്ഞൂടെ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ബൈ m1 പ്ലസ് m2. ഇതിനകത്ത് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് അത് എത്രയാ? എ അല്ലേ? m1 ആദ്യത്തേൻ്റെ മാസ് 3m/4, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയാ? എക്സ് എന്ന് എടുത്തു, പ്ലസ് രണ്ടാമത്തെ മാസ് m/4, അതിലേക്കുള്ള ഡിസ്റ്റൻസ് 3a/2 ആണ്, ഡിവൈഡഡ് ബൈ 2 മാസും കൂടെ കൂട്ടിയാൽ m അല്ലേ വരിക? 3m/4 ടോട്ടൽ ഡിസ്കിൻ്റെ മാസ് വരും. ഇപ്പം എല്ലാ സ്ഥലത്തും എമ്മിനെ നിങ്ങൾ കട്ട് ചെയ്തോ, എല്ലായിടത്തും എമ്മിനെ കട്ട് ചെയ്തു. ബാക്കിയുള്ളത് നോക്ക്, a ഇസ് ഈക്വൽ ടു 3x/4 പ്ലസ് 3a/8 ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3x/4 ഇവിടെ നിർത്താം. 3x/4 നിർത്തിയിട്ട് ബാക്കി ആ സൈഡിലേക്ക് പോയാൽ a മൈനസ് 3a/8. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 5a/8. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 3x/4ൻ്റെ വാല്യൂ 5a/8 ആണ്. ഈ 4ഉം 8 കൂടെ കട്ട് ചെയ്ത് അവിടെ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 5a/3 × 2 6. 5a/6 ആണ് ചിലരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ നോക്ക്? റെഡി ആണെങ്കിലോ നോക്കി എന്ന് പറയണേ. നമ്മളതിനെ 2 പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെച്ച ചെറിയ പാർട്ടും ബാക്കിയുള്ള പാർട്ടും കൂടെ ക്ലബ് ചെയ്താൽ ടോട്ടൽ ഡിസ്ക് വരും എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. റെഡിയാണോ? റെഡിയാണോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. മനസ്സിലായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 4 പാർട്ടിക്കിൾസ് എ ബി സി ആൻഡ് ഡി. 4 പാർട്ടിക്കിൾസ് ഉണ്ട് അവിടെ. എ ബി സി, ഇവിടെ എ ബി സി ഡി ഇങ്ങനെ 4 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ 4 പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ മാസ് പറയുന്നുണ്ട്. എം എ ആദ്യത്തേൻ്റെ മാസ് എത്രയാണ് വരുന്നത്? ആദ്യത്തേൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ എം. എൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം, ബീൻ്റെ മാസ് 2m, സീൻ്റെ മാസ് 3m, ഡീൻ്റെ മാസ് 4m. ഇങ്ങനെ ഓരോന്നിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ആൻഡ് ആർ അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് പറയും ദേ ഹാവ് ആക്സിലറേഷൻസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വിത്ത് ഡയറക്ഷൻസ് ആസ് ഷോൺ. എല്ലാവരെയും ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമാ. ആദ്യത്തെ ആളുടെ ആക്സിലറേഷൻ ഇങ്ങോട്ടേക്ക്, രണ്ടാമത്തെ ആളുടെ ഇങ്ങോട്ടേക്ക്, മൂന്നാമത്തെ ആളുടെ ഇങ്ങോട്ടേക്ക്, നാലാമത്തെ ആളുടെ ഇങ്ങോട്ടേക്ക്. എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് എ ആണ്.
ദി ആക്സിലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷനാണ് ചോദിച്ചത്. സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു, കുറേ പാർട്ടിക്കിൾ ഉള്ള സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? m1a1 പ്ലസ് m2a2 പ്ലസ് m3a3 പ്ലസ് m4a4, 4 ഉണ്ടല്ലോ, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4, ഇങ്ങനെയല്ലേ വരിക? ഇതിലുള്ള ആക്സിലറേഷനൊക്കെ വെക്ടറാണ്. ആൻസറും വെക്ടറിലാണ് വരേണ്ടത്. ഇനി ഓരോന്നിൻ്റെ ആക്സിലറേഷൻ നോക്കാം. m1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് m ആണ്. അതിൻ്റെ ആക്സിലറേഷൻ ഇതിനകത്ത് നോക്കിക്കോ, അതാ a എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ a ആണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഇവിടെ തന്നിട്ടുണ്ട് x ഇങ്ങോട്ടും y ഇങ്ങോട്ടും ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് x ഡയറക്ഷനിലല്ലേ പോകുന്നത്. അപ്പം നമുക്ക് മൈനസ് ഐ ക്യാപ്പ് കൂടെ കൊടുക്കാൻ പറ്റൂലേ? അപ്പം എങ്ങനെയാണ് വരിക? ആദ്യത്തെ ആളുടെ ആക്സിലറേഷൻ വരിക മൈനസ് എ ഐ ക്യാപ്പ് ആയിരിക്കും. രണ്ടാമത്തെ ആളുടെ മാസ് 2m ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ എങ്ങോട്ടാ പോകുന്നത് നോക്ക്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? മുകളിലേക്കാ പോകുന്നത്. അപ്പോൾ y ഡയറക്ഷനിലാണ്, പോസിറ്റീവ് y. അപ്പം ജെ ക്യാപ്പ് കൂടെ കൊടുക്കാം, a ഇൻറ്റു ജെ ക്യാപ്പ്. ഓക്കെ, a ഇൻറ്റു ജെ ക്യാപ്പ്. m3, മൂന്നാമത്തെ ആളുടെ മാസ് 3m ആണ്. അയാൾ എങ്ങോട്ടേക്കാ പോകുന്നത് നോക്കുക. അയാൾ എങ്ങോട്ടേക്കാ പോകുന്നത്? a3. അയാൾ പോകുന്ന റൈറ്റ് സൈഡിലേക്ക്, അതാ സി പോകുന്ന ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് ഐ ക്യാപ്പ് അല്ലേ വരിക, പോസിറ്റീവ് എക്സിലേക്ക്. അപ്പോൾ എ ഐ ക്യാപ്പ്. റെഡി അല്ലേ? നാലാമത്തെ ആൾ എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക. അയാളുടെ മാസ് 4m ആണ്. അയാൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കിക്കോ. അയാൾ പോകുന്നത് ഡി എന്ന ഒരാൾ പോകുന്നത് താഴോട്ടാണ്, നെഗറ്റീവ് ഐ ഡയറക്ഷനിൽ. അപ്പോൾ മൈനസ് എ ജെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എല്ലാ മാസൂടെ കൂട്ടിയാൽ നിങ്ങൾ എമ്മും 2m 3m 4m കൂടെ കൂട്ടിയാൽ എത്ര വരിക? 10m വരും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് എമ്മിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. എം കോമൺ ആയിട്ടാണ് കട്ട് ചെയ്ത്. ബാക്കിയുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൈനസ് എ ഐ ക്യാപ്പ് ഉണ്ട്, പ്ലസ് 3a ഐ ക്യാപ്പ് ഉണ്ട് നോക്കിക്കോ, പ്ലസ് 2a ജെ ക്യാപ്പ് ഉണ്ട്, മൈനസ് 4a ജെ ക്യാപ്പ് ഉണ്ട്. ഡിവൈഡഡ് ബൈ താഴെ എത്രയാളുള്ളത്? 10 ആളുള്ളത്. അപ്പോൾ മുകളിൽ വരിക എ ഐ ക്യാപ്പ് മൈനസ് എ ഐ ക്യാപ്പ് 2a ഐ ക്യാപ്പ് ഉണ്ടാവും. അതുപോലെ മൈനസ് 2a ജെ ക്യാപ്പ് ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 10. മുകളിൽ നിന്ന് നമുക്ക് 2a പുറത്തെടുക്കാമല്ലോ. ബാക്കി ഉണ്ടാവുക ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്. താഴെ എന്താ ഉള്ളത്? 10. അപ്പോൾ ഈ 2 10 കൂടെ കട്ട് ചെയ്താൽ 5. അപ്പോൾ a/5 ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ആയിരിക്കും ആൻസർ വരിക. റെഡി അല്ലേ? യെസ്, സാരം കിട്ടി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ ആൻസർ. യെസ്, a/5 ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്ന് പറയണേ, ഓക്കെ എന്ന് പറയണം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. A homogeneous solid cylindrical roller of radius r and mass m, okay, and mass m is pulled on a cricket pitch. ഇതിനകത്ത് പറയുന്നത് ഒരു സോളിഡ് സിലിണ്ടർ ആണ് പറയുന്നത്. ഹോമോജീനിയസ് സോളിഡ് സിലിണ്ടർ. ഓക്കെ, അതിൻ്റെ റേഡിയസ് r ആണ്, മാസ് m ആണ്. തന്ന ഡാറ്റയൊക്കെ ഒന്ന് എഴുതാലോ അല്ലേ? മാസ് m ആണ്, റേഡിയസ് r ആണ്. പുൾഡ് ഓൺ എ ക്രിക്കറ്റ് പിച്ച് ബൈ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് F along its center, assuming rolling without slipping, angular acceleration of the cylinder is. ആൽഫയുടെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ അല്ലേ? ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ഓർക്കുക, സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാലേ, സോളിഡ് സിലിണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സോളിഡ് സിലിണ്ടർ എന്തിന് ഇക്വലൻ്റ് ആണ്? ശരിക്ക് ഒരു ഡിസ്ക് പോലെയാണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ റിങ് പോലെയാണ്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനർച്ചിയൊക്കെ ആവശ്യം വരുമല്ലോ, അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റിങ്ങും ഡിസ്കും. ഹോളോ സിലിണ്ടർ ആണ് റിങ് ആണ്, സോളിഡ് സിലിണ്ടർ ആണ് ഡിസ്ക് പോലെയാണ്. ഓക്കെ, അപ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന നോർമൽ ആക്സിസിലൂടെ എല്ലാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ mr²/2 ആയിരിക്കും. സോളിഡ് ആണെങ്കിൽ, ഹോളോ ആണെങ്കിൽ റിങ് പോലെ mr² ആയിരിക്കും. റെഡി ആവുമല്ലോ? ഇനി എങ്ങനെയാണ് ചെയ്യുക നോക്കിക്കോ. ഇതാണ് സംഭവം. ഇതിങ്ങനെ ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സോളിഡ് സിലിണ്ടർ കൊണ്ടുവച്ചു. എന്നിട്ട് അതിനെങ്ങോട്ടേക്ക് ഒരു ഫോഴ്സിൽ പിടിച്ച് വലിച്ചു. അപ്പോൾ ആ ഫോഴ്സ് ഇത് F ആയിരിക്കും. ഇതിൻ്റെ മാസ് m ആണ്, ഇതിൻ്റെ റേഡിയസ് r ആണ്. എന്തായാലും പിടിച്ച് വലിക്കുമ്പം ഗ്രൗണ്ടിൽ നിന്ന് ഇതിന് എന്ത് കിട്ടും? ഫ്രിക്ഷൻ കിട്ടും. ഞാൻ അതിന് സ്മോൾ ലെറ്റർ F എന്ന് കൊടുത്തിട്ടോ. ഇവിടെ ഫ്രിക്ഷൻ നമ്മൾ FS എന്ന് കൊടുക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഉണ്ടാവുക, ഇങ്ങനെ കൊടുക്കാം. പ്യുവർ റോളിംഗ് അല്ലേ, അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മളോട് ചോദിച്ചതിൻ്റെ ആൽഫ എത്രയാണെന്നാ.
നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം റോളിംഗ് മോഷൻ അല്ലേ, അപ്പോൾ അതിൽ ട്രാൻസ്ലേഷനും ഉണ്ട് റൊട്ടേഷനും ഉണ്ട്. ട്രാൻസ്ലേഷൻ ആവശ്യം വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ട്രാൻസ്ലേഷൻ ആവശ്യം വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ഇല്ലേ, ഏതാ? എഫ് നെറ്റ് ഈക്വൽ ടു എം എ. ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിനകത്ത് ട്രാൻസ്ലേഷൻ മാത്രമല്ല റൊട്ടേഷൻ ഉണ്ട്. റൊട്ടേഷൻ വരുമ്പോൾ നമുക്ക് ഇതിന് ഈക്വലൻ്റ് ആയിട്ടൊന്നില്ലേ, ടോയ്സ് ഈക്വൽ ടു ഐ ആൽഫ. ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ പുറമെ ഇതിൽ പ്യുവർ റോളിംഗ് ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പ്യുവർ റോളിംഗ് മോഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എ ഇസ് ഈക്വൽ ടു ആർ ആൽഫയാണ്. ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാലോ അടുത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കിക്കോ. എഫ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പം ഇതിന് മുകളിൽ 2 ഫോഴ്സാണുള്ളത്. ഇങ്ങോട്ടേക്കൊരു എഫ്, ഇങ്ങോട്ടേക്കൊരു എഫ് എസും. വേറെയും ഫോഴ്സ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഫോഴ്സ് ഉള്ളത്? താഴേക്ക് എം ജി, മേലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യാത്തതാണ്. ബോഡി എങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക? റൈറ്റ് സൈഡിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മൾ നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബോഡി ഇങ്ങോട്ടേക്ക് കറങ്ങുന്നുണ്ടാവും. റെഡി? അപ്പോൾ നോക്കാമല്ലോ, എഴുതി നോക്കാം നമുക്ക്. നെറ്റ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ് മൈനസ് ഫ്രിക്ഷൻ, അപ്ലൈഡ് ഫോഴ്സ് മൈനസ് ഫ്രിക്ഷൻ ആയിരിക്കും ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്. ഇവിടുത്തെ മാസ് ക്യാപിറ്റൽ എം ആണെന്ന് ക്വസ്റ്റിൽ എന്നിട്ട് അപ്പോൾ നമുക്ക് എം എങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ടോർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഈ ബോഡിയെ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പം ഇത് റോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇത് കറങ്ങുന്നതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ അക്രോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസാണ് പറയാം. അതുകൊണ്ട് ഈ ഒരു ഫോഴ്സ് ഇല്ലേ, ഇതിന് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂല. ഇതിന് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഇതിൽ ഫോഴ്സ് ഉണ്ട്, പക്ഷേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല ആക്സിസിൽ നിന്ന്. കാരണം എന്താ? ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ടോർക്ക് 0 ആണ്. പിന്നെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആളാരാ? ഫ്രിക്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് റോൾ ചെയ്ത് പോകുന്നത്. ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസിലാണ് നിങ്ങൾ ഇതുപോലെ സെൻറ്ററിൽ പിടിച്ച് വലിക്കുന്നതെങ്കിൽ ഇതിന് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാനേ കഴിയൂല. ഇത് കറങ്ങൂല, നീങ്ങി പോവേ ഉള്ളൂ. ഓർത്ത് വെച്ചോളുണ്ട്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യില്ല, കറങ്ങൂല. എന്ത് ചെയ്യുള്ളൂ? നീങ്ങി പോവേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ മാത്രമേ സംഭവിക്കൂ, റൊട്ടേഷൻ സംഭവിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് ക്രിയേറ്റ് ആകുന്ന ആളാരാണ്? ഫ്രിക്ഷനാണ്. അപ്പോൾ ഫോഴ്സ് കിട്ടി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാ? ഇതല്ലേ. അതെന്താ? റേഡിയസ്. അപ്പോൾ എനിക്ക് എഴുതാലോ, ഫ്രിക്ഷൻ ഇൻറ്റു റേഡിയസ് ഈക്വൽ ടു ഐ എത്രയാണ്? ഞാൻ പറഞ്ഞത് ഡിസ്ക് ആണ്. അപ്പോൾ mr²/2 എടുത്താൽ മതി ഇൻറ്റു ആൽഫ. റെഡി അല്ലേ? ആക്സിസ് ഞാൻ പറഞ്ഞു, ഇതാ ഇതിൻ്റെ റെഗുലർ ആക്സിസ്, ഇതാണ് ആക്സിസ്. അപ്പോൾ ഡിസ്കിൻ്റെ നോക്കിയാൽ പോരെ, mr²/2. അപ്പോൾ ഒരു 6 കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ mr/2 ആൽഫ. നമുക്ക് വേണ്ടത് എന്താ ശരിക്ക്? നമുക്കിവിടെ ക്വസ്റ്റിൽ ചോദിച്ചത് ആൽഫയുടെ വാല്യൂ ആണ്. നമുക്ക് തന്നെ നോക്കാം. ആദ്യം നമ്മൾ എഴുതിയത് ഇതല്ലേ എഴുതിയത്. ഇതിനങ്ങ് നീക്കി കൊണ്ടുപോകാം. എങ്ങനെ കൊണ്ടുപോകും നോക്കിയേ. എഫ് മൈനസ് ഫ്രിക്ഷൻ നമുക്കറിയോ? ഇല്ല. ആ ഫ്രിക്ഷൻ നമുക്ക് ഇവിടുന്ന് എടുക്കാമല്ലോ. ഇതാ എന്താ ഉണ്ടാവുക? mr/2 ആൽഫ. ആ ആൽഫയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈക്വൽ ടു എം ഇൻറ്റു വീണ്ടും വരുന്നുണ്ട് ആക്സിലറേഷനിൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. ആക്സിലറേഷൻ എന്താണ്? ആർ ആൽഫയാണ്. ഇതെടുത്തിട്ട് ഇവിടെ കൊടുക്കാമല്ലോ. എം ഇൻറ്റു ആർ ആൽഫ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു mr ആൽഫ പ്ലസ് mr ആൽഫ/2 എന്നാവൂലേ. അപ്പോൾ ഇതെന്തായി മാറും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3mr ആൽഫ/2. റെഡി അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ആൽഫയാണ് വേണ്ടത് അല്ലേ? ആൽഫയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതുക? അങ്ങനെയല്ലല്ലോ എഴുതാം. ആൽഫയാണ് അതിൽ നിന്ന് വേണ്ടത്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 2f/3mr. യെസ്, ഇതായിരിക്കും ആൻസർ വരിക. ഇതിലില്ലേ 2f/3mr? യെസ്, ഓപ്ഷൻ ഡി ആണ് വരിക. സാരംഗ് പറഞ്ഞിട്ടുണ്ട്, ഐ തിങ്ക് ഇറ്റ് ഈസ് 2f/3mr. യെസ്, ആഫ്റ്റർ കൺസിഡറിങ് 2 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യാസ്. 2 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അതെന്താ സംഭവം? സാരംഗ്, 2 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് ഉദ്ദേശിച്ചത് എന്താ? എനിക്ക് മനസ്സിലായില്ല. ഒരു ബോഡിയല്ലേ ഉള്ളൂ? ക്ലിയർ ആണോ? യെസ്, അടുത്ത നോക്കാലോ. ഇനി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ അതിനകത്ത്? കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതേ ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഭയങ്കര സംഭവം, ഭയങ്കര ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വരിക. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും JEE മെയിനിൽ.
പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന കോൺസെപ്റ്റ് അറിയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടല്ലേ ഇത്രയും ടൈം എടുക്കണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും ശരിക്ക്. ഓക്കെ, നോക്കാലോ. mr square plus mr square by 2 about 2 ആക്സിസ് വരുന്നില്ലേ? 2 ആക്സിസ് വരുമോ? ഇല്ലല്ലോ. അതെങ്ങനെ 2 ആക്സിസ് വരും? ഒറ്റ ആക്സല്ലേ ഉള്ളൂടാ. ഇത് ഈ ഒരു ആക്സിസ് മാത്രമല്ലേ ഉള്ളൂ. ഇതാ ഓക്കെ, ഇവിടെ ഇതാണ് ആക്സ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവുക. ഇതിലൂടെയാണ് നമ്മൾ റൊട്ടേഷൻ പരിഗണിക്കുക പ്യൂർ റോളിങ്ങിൽ, സെൻറ്റർ ഓഫ് മാസിലൂടെ അല്ല ആക്സിസ്. ഓക്കെ, യെസ്. എന്നാ നോക്കിക്കോ, അടുത്തെന്താ? എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ അണ്ടർ ദി ആക്ഷൻ ഓഫ് എ സെൻട്രൽ ഫിക്ഷ്യസ് ഫോഴ്സ് എഫ് which is inversely proportional to r cube. Its time period of revolution will be given by. ഈ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഇതൊക്കെ ശരിക്കും ഏതുപോലെയാണ്? ഗ്രാവിറ്റേഷനിലുള്ള സംഗതിയാണിത്. നമ്മൾ ആ ഓർബിറ്റൽ സ്പീഡ്, ഓർബിറ്റലിൻ്റെ ടൈം പീരീഡ് ഒക്കെ കണ്ടുപിടിക്കില്ല, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതായത് ഒരു സർക്കിളിൽ ഒരു ബോഡി കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. റെഡി അല്ലേ? ഒരു സർക്കിളിൽ ഒരു ബോഡി ഇങ്ങനെ കറങ്ങാം. സർക്കിളിൽ കറങ്ങുന്ന സമയത്ത് ആ ബോഡിയുടെ മുകളിൽ, ഓക്കെ, ആ ഒരു ബോഡിയുടെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ഉണ്ടാവൽ നിർബന്ധമാണ്. കാരണം ആ ഫോഴ്സ് ആണ് നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായി, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായാലേ സർക്കുലർ മോഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടല്ലോ, അത് പ്രൊപ്പോർഷണൽ ടു 1/r³ ആണെന്നാ. എന്ന് വെച്ചാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r അല്ലേ, ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ r³ എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇവിടെ r കട്ടാവും. ബാക്കിയുള്ളത് v² ഈക്വൽ ടു k/mr എന്ന് വരും. r² വരും. ഓക്കെ, r³ ഉണ്ടായിരുന്ന r² വരും. അപ്പോൾ v ഈക്വൽ ടു √k, ഓക്കെ, √k ബൈ √m ഇൻറ്റു r എന്ന് വരും. എടാ, ഈ കെയും എമ്മും ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ k/r എന്ന് എഴുതിയാൽ പോരെ? കാരണം നമുക്ക് അവസാനം കിട്ടേണ്ട ആൻസറും റേഡിയസും ആയിട്ടുള്ള റിലേഷൻ മാത്രമാണ്, അല്ലാതെ വേറെ മാസും കെയൊന്നും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് r മാത്രം നോക്കിയാൽ മതി. ഇത് വീണ്ടും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ജസ്റ്റ് k എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ v ഈക്വൽ ടു k/r ആ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എങ്ങനെയാണ് കിട്ടുക? റെവല്യൂഷൻ്റെ ടൈം പീരീഡ് 2πr/t, 2πr/v. ഓക്കെ, അപ്പോൾ 2πr ഡിവൈഡഡ് ബൈ v നമുക്ക് എന്താ കിട്ടിയത്? k/r എന്നാണ് കിട്ടിയത്. അപ്പോൾ r മുകളിൽ പോവും. അപ്പോൾ 2πr²/k എന്ന് കിട്ടും. ഇതൊക്കെ കോൺസ്റ്റന്റാ, അതുകൊണ്ട് ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു r² ആയിരിക്കും വരുന്നുണ്ടാവുക. t പ്രൊപ്പോർഷണൽ ടു r². റെഡി അല്ലേ? t പ്രൊപ്പോർഷണൽ ടു r². യെസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ നോക്കണേ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, പക്ഷേ കുറച്ച് ആൾക്കാരെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. റെഡി ആണെങ്കിൽ ഓക്കെ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ക്ലിയർ ആവുമല്ലോ, നിങ്ങൾ ക്ലിയർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അതിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു വിടുക. റെഡി? യെസ്. അടുത്ത നോക്കാം. ഒന്ന് വായിച്ചു നോക്കൂ, ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കൂ. ഭയങ്കര ലെങ്തി ക്വസ്റ്റൻ ആയത്. ടേക്ക് ദി മീൻ ഡിസ്റ്റൻസ് ഓഫ് ദി മൂൺ ആൻഡ് ദി സൺ ഫ്രം ദി എർത്ത് ടു ബി 0.4 10⁶ കിലോമീറ്റർ ആൻഡ് 150 × 10⁶ കിലോമീറ്റർ റെസ്പെക്റ്റീവ്ലി. അതായത് മൂണും സണ്ണും ഉണ്ട്, രണ്ടിൻ്റെ ഡിസ്റ്റൻസ് അതെന്ന് എർത്ത് എന്നുള്ള. മൂണുണ്ട്, സണ്ണുണ്ട്. ഓക്കെ, അങ്ങനെ മൂന്നെന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ അതിന് r1 എന്ന് പേരിട്ടു. അതെത്രയാ? 0.4 × 10⁶. 0.4 × 10⁶ കിലോമീറ്റർ. സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? 150 × 10⁶ കിലോമീറ്റർ. രണ്ടും സെയിം യൂണിറ്റ് ആണ്. പിന്നെന്താ ചോദിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ? പിന്നെ പറയുന്നത് their masses are 8 × 10⁻²2. 8 × 10⁻²2 കിലോഗ്രാം. ആദ്യത്തെ ആളുടെ മാസ് m1, രണ്ടാമത്തെ ആളുടെ മാസ് m2. എന്താ വരുന്നത്? 2 × 10⁻30. 2 × 10⁻30 കിലോഗ്രാം. ബാക്കിയൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. ഡാറ്റ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നിട്ടുണ്ട്. രണ്ടിന് മാസ് തന്നിട്ടുണ്ട്.
ദി റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ് 6400 കിലോമീറ്റർ. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, 6400 കിലോമീറ്റർ. ലെറ്റ് ഡെൽറ്റ F1 be the difference in the forces exerted by the moon at the nearest and the farthest points on the earth, and delta F2 be the difference in the force exerted by the sun at the nearest and the farthest points on the earth. Then the number closest to delta F1 by delta F2. എന്താണ് ആ പറയുന്നതെന്ന് അറിയോ? ശ്രദ്ധിച്ചോ. അതായത് നമുക്കിപ്പോൾ മൂണുണ്ട്, ഇവിടെ എർത്ത് ഉണ്ട്. ഈ മൂണ് എന്ത് ചെയ്യും? എർത്തിന് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ എൻഡിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ഏതെൻഡിൽ? ഇതാ ഇവിടെ നിന്നും ഈ എൻഡിൽ, ഓപ്പോസിറ്റ് എൻഡിൽ റെഡ് കൊണ്ട് വരക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടേക്കും. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F1ഉം ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവർ ഡെൽറ്റ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ എഫ് മനസ്സിലാവുമോ എന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, മൂൺ എർത്തിൻ്റെ രണ്ട് എൻഡിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തുള്ള പോയിന്റ്, തൊട്ടടുത്തുള്ള പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ദൂരമുള്ള ഫോഴ്സിൽ എക്സേർട്ട് ചെയ്യുന്ന പോയിന്റും, ആ ഫോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എഫ്. ഓക്കെ അല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അത് ഡയമീറ്റർ അല്ലേ വരിക? ഡയമീറ്റർ അല്ലേ, എർത്തിൻ്റെ ഡയമീറ്റർ അല്ലേ വരിക? ഇതിൽ ഡയമീറ്റർ വരുമ്പോൾ ഈ ഡയമീറ്റർ നമുക്കുള്ളത് 6400 കിലോമീറ്റർ ആണ്. പക്ഷെ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസുകൾ നോക്കുകയാണെങ്കിൽ അത് വലിയ വലിയ നമ്പേഴ്സാണ്, 10⁶ വരുന്നത്. റെഡി അല്ലേ? അപ്പം നമുക്ക് രണ്ട് പോയിന്റിലുള്ള ഫോഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല. കാരണം ഈ ഉണ്ടല്ലോ, സ്മോൾ ലെറ്റർ ആർ, ഈ ഡിസ്റ്റൻസ് വലുതും ഈ ഡിസ്റ്റൻസിലുള്ള ചേഞ്ച് വളരെ ചെറുതുമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാലോ, ഡെൽറ്റ ആർ എന്താണ്? സ്മോൾ ആണ്. പക്ഷെ ആ ഡെൽറ്റ ആറിൻ്റെ വാല്യൂ നമുക്ക് അറിയാം. അതെത്രയാ ശരിക്ക്? ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസ് എത്രയാ? ഡയമീറ്റർ 2r ആണ്, എർത്തിൻ്റെ റേഡിയസ്. ഓക്കെ, ആ ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 6400 കിലോമീറ്റർ. ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചേഞ്ചുകൾ വരുമ്പം നമ്മൾ സാധാരണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നോക്ക്, നമുക്കിപ്പോൾ ഇങ്ങനെ പറയാലോ, ജനറലായിട്ട് ഇങ്ങനെ എഴുതാം. ഫോഴ്സ് എങ്ങനെയാണ് കിട്ടിയ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് G, എർത്തിൻ്റെ മാസ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ M എടുത്തു, മറ്റേ ബോഡിയുടെ മാസ് എർത്താണെങ്കിൽ, മൂണാണെങ്കിൽ സൺ ആണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ M കൊടുക്കാം. ഓക്കെ, സ്മോൾ ലെറ്റർ M കൊടുത്തു, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ DF is equal to Gയും എമ്മും സ്മോൾ ലെറ്റർ എമ്മും കോൺസ്റ്റന്റ്, ബാക്കി ബൈ r². അതിന് നമ്മൾ r⁻² എന്നാക്കും. എന്നിട്ട് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -2 ബൈ r⁻³ ഇങ്ങനെയല്ലേ വരിക? ഇൻറ്റു dr ഉണ്ടാവും. ഓക്കെ, ഈ ചേഞ്ച് ഇൻ എഫിനെയാണ് അവർ ഡെൽറ്റ എഫ് എന്ന് കൊടുത്തിട്ടുള്ളത്. -2gmm ബൈ r³ ഇൻറ്റു ഡെൽറ്റ ആർ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിനകത്ത് തന്നെ ഈ 2 കോൺസ്റ്റന്റ് ആണ്, G കോൺസ്റ്റന്റ് ആണ്, എർത്തിൻ്റെ മാസും കോൺസ്റ്റന്റ് ആണ്. ബാക്കിയേ വേരിയേഷൻ വരുന്നുള്ളൂ. ബാക്കി എന്തൊക്കെയുള്ളത്? പിന്നെ ഈ ഡെൽറ്റ ആറും കോൺസ്റ്റന്റാ ശരിക്ക് അല്ലേ? കാരണം ഇതിപ്പോൾ നമ്മൾ 3 വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ഇതിപ്പോൾ ഇവിടെ സണ്ണ് വരികയാണെങ്കിലും ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെ വരുള്ളൂ? ഡെൽറ്റ ആറ് ഡയമീറ്റർ തന്നെ വരുള്ളൂ. അപ്പോൾ ഡെൽറ്റ ആറും ശരിക്കും സെയിം ആണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഈ ഡെൽറ്റ എഫ് എന്ന് പറയുന്ന സാധനം പ്രൊപ്പോർഷണൽ ടു മാസ് ബൈ r³ ആണ്. നമ്മളോട് ചോദിച്ചത് ഡെൽറ്റ F1 ബൈ ഡെൽറ്റ F2 അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അപ്പോൾ m1 ബൈ m2. ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അപ്പോൾ r2 ബൈ r1ൻ്റെ ക്യൂബ് എടുക്കണം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. എന്നിട്ട് ഇതിൽ വാല്യൂസ് കൊടുത്തോ. m1 എത്രയാ, m2 എത്രയാ നോക്ക്. m1 8 × 10⁻22 ഡിവൈഡഡ് ബൈ, ഓക്കെ m1 ആണല്ലോ ആദ്യം ഇതുണ്ട് അല്ലേ, m2 എത്രയാ? 2 × 10⁻30 ഇൻറ്റു r2 എത്രയാ ഉള്ളത്? r2 എത്രയാണ് വരുന്നത്? 150 അല്ലേ r2 വരുന്നത്? യെസ്, 150 ബൈ 150 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 10⁻6 ഇതിൻ്റെ ക്യൂബ്. അപ്പോൾ ഈ 10⁻6 ഇങ്ങ് കട്ടാവും. ബാക്കിയുള്ള 8/2 എത്രയാണ്? 4. ഇവിടെ പവർ ചെറുതാക്കിൻ്റെ 10⁻−8 ആവില്ലേ നോക്ക്. ബാക്കി പിന്നെ എന്തൊക്കെയാണുള്ളത്? എടാ 150 ബൈ 0.4ൻ്റെ ക്യൂബ് ഉണ്ട്. ഇത് നമുക്ക് മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് 1500/4 ഇങ്ങനെ ആക്കാലോ. അപ്പോൾ ഇതെന്തായിക്കോളും? 15 ×
100നെ 10 സ്ക്വയർ ബൈ 4 എന്നാക്കുക. ഇതിൻ്റെ ക്യൂബാണ് കേട്ടോ, സ്ക്വയർ അല്ല, ക്യൂബ്. അപ്പോൾ ഇത് ഇങ്ങനെയായി മാറും. അപ്പോൾ ഇത് 15ൻ്റെ ക്യൂബ് ഇൻറ്റു 10⁻6 ആവും. ഇത് താഴെ 4ൻ്റെ ക്യൂബും വരും. നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെ എഴുതാലോ, ഇൻറ്റു 15ൻ്റെ ക്യൂബ്. അപ്പോൾ 15 ഇൻറ്റു 15 ഇൻറ്റു 15 എഴുതാം, ഇൻറ്റു 10⁻6 അല്ലേ, 10⁻6 ഡിവൈഡ് ബൈ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 ഇൻറ്റു 4ഉം വരും താഴെ. അപ്പോൾ ഇതിൽ നമുക്കൊരു 4 കട്ട് ചെയ്യാം. ബാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എടാ ഒരു 4 ഇൻറ്റു 4 നമുക്ക് 15 ആയിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ഏകദേശം സെയിം അല്ലേ, 16ഉം 15 ചെറിയ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ 15 ഇൻറ്റു 15 225 ഇൻറ്റു 10⁻⁻8ഉം 10⁻6ഉം കൂടെ 10⁻². അപ്പോൾ അത് ഡെസിമലിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ 2.25 ആ വരിക. ശരിക്കും ഇതല്ല, 2.25നേക്കാൾ കുറച്ച് കുറഞ്ഞ വാല്യൂ ആയിരിക്കും വരിക. കാരണം നമ്മൾ ആ 16ഉം 15ഉം തമ്മിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റെഡി അല്ലേ, ആ കട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കുറഞ്ഞ വാല്യൂ. അപ്പോൾ 2.25ൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ ഇതിൽ ഏതാണുള്ളത്? 2 ആയിരിക്കുള്ളൂ. ഇതാണ് ആൻസർ 2. ക്ലിയർ ആണോ? റെഡി ആണോ നോക്ക്. ഓക്കെ, യെസ്, ഓക്കെ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റൻ ആണത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ. ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി എർത്ത് സർഫസ് അറ്റ് ദി പോൾസ് ഈസ് g and angular velocity of the earth about the axis passing through the pole is omega. An object weighed at the equator and at the height h above the poles by using a spring balance. If the weights are found to be same, then h is. Okay. എർത്തിൻ്റെ സർഫസിൽ പോളിലുള്ള വാല്യൂ ആണ് ജി. ഒന്ന് തന്നത് ഈ ജീൻ്റെ വാല്യൂ, പോളിലുള്ള വാല്യൂ ജി ആണ്. ആംഗുലാർ വെലോസിറ്റി എത്രയാണ് എർത്തിൻ്റെത്? ഒമേഗയാണ്. പിന്നെന്താ തന്നിട്ടുള്ളത്? എർത്ത് അബൌട്ട് ദി ആക്സിസ് പാസിംഗ് ത്രൂ ദി പോൾ ആൻഡ് ദി ഒബ്ജക്റ്റ് ഈസ് വെയ്ഡ് അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് അറ്റ് എ ഹൈറ്റ് എച്ച് അബൌട്ട് ദി പോൾസ്. ഓക്കെ, റേഡിയസ് ഓഫ് എർത്ത് 6 ആണ്. ഇത്രയും ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ശരിക്കും എന്താ പറയുന്നത്? നമുക്ക് ജീൻ്റെ ഒരു വാരിയേഷൻ പഠിക്കുന്നില്ലേ നമ്മൾ? ഹൈറ്റിലും ഡെപ്തിലും റൊട്ടേഷൻ കാരണവും ഷേപ്പ് ഓഫ് എർത്ത് കാരണമൊക്കെ എല്ലാ സ്ഥലത്തും ജിയുടെ വാല്യൂ എന്തായിരിക്കൂല? സെയിം ആയിരിക്കൂല. ജീൻ്റെ വാല്യൂ ഹൈറ്റിനും ഡെപ്തിനും ഒക്കെ അനുസരിച്ച്, റൊട്ടേഷൻ ഓഫ് എർത്തിനൊക്കെ അനുസരിച്ച് വാല്യൂവിന് എന്ത് വരും? മാറ്റങ്ങൾ വരും. അപ്പോൾ ആദ്യത്തെ വാരിയേഷൻ ഇൻ ജി ഡ്യൂ ടു ഹൈറ്റ് നമ്മൾ പറയുന്നുണ്ട്. അതായത് എച്ച് ഹൈറ്റിലേക്ക്, ചെറിയ ഹൈറ്റാന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ടോ, എച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ജീൻ്റെ വാല്യൂ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r ആണ് ഉണ്ടാവാറുള്ളത്. വാരിയേഷൻ ഇൻ ജി ഡ്യൂ ടു ഹൈറ്റ്. പിന്നെയോ റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണം ചേഞ്ച് ഉണ്ടാവാറില്ലേ? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് r ω² cos² ലാംഡ ആണ് ഉണ്ടാവാറുള്ളത്. റെഡി? നമ്മളോട് പറഞ്ഞത് ഈ ഒരു പോളിൽ വെച്ചിട്ടും പിന്നെ എവിടെ വെച്ചിട്ടുള്ളത്? ഇക്വേറ്ററിൽ വെച്ചിട്ടല്ലേ നമ്മൾ ആൻ ഒബ്ജക്റ്റ് ഈസ് വെയ്ഡ് അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് അറ്റ് ദി ഹൈറ്റ് h above the poles. ഇക്വേറ്ററിൽ അളന്നു, പിന്നെ എവിടെ അളന്നു? പോളിലും അളന്നു. ഇക്വേറ്ററിൽ അളക്കുന്ന സമയത്ത് ഇക്വേറ്ററിൽ ലാംഡൻ്റെ വാല്യൂ 0 ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ cos 0ൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ ഇവിടുത്തെ ജി ഡാഷിൻ്റെ വാല്യൂ എത്രയാ? ജി മൈനസ് r ω² എന്നല്ലേ ഉണ്ടാവുക. ഇനിയോ പോളിലാണെങ്കിലോ, പോളിലൊരു ഹൈറ്റിലാണ് അളന്നത്. അപ്പോൾ പോളിൽ നമ്മൾ എന്ത് ചെയ്യണം? പോളിൽ ഈ ലാംഡൻ്റെ വാല്യൂ 90 ഡിഗ്രിയാണ് വരിക പോളിൽ. അതുകൊണ്ട് തന്നെ ഈ ടേം എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ പോളിൽ ജി ഡാഷിൻ്റെ വാല്യൂ ജി തന്നെ വരും. റൊട്ടേഷൻ കാരണം ജിയിൽ ചേഞ്ച് വരാത്ത സ്ഥലം എവിടെയാണ്? പോളിലാണ്. ഇക്വേറ്ററിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഇക്വേറ്ററിൽ ഇതാ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, റൊട്ടേഷൻ കാരണം. പോളിൽ റൊട്ടേഷൻ കാരണമില്ല, പക്ഷേ പോളിൽ നമ്മൾ കുറച്ച് ഹൈറ്റിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കണം. ഇത് രണ്ടും സെയിം ആണെന്നാ. വെയിറ്റ് സെയിം ആണെന്ന് പറഞ്ഞാൽ വെയിറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കുക? mg അല്ലേ, മാസം എന്തായാലും മാറൂല. പിന്നെ ജി അല്ലേ മാറാറുള്ളത്. പക്ഷെ രണ്ട് സ്ഥലത്തും സെയിം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സ്ഥലത്തും ജീൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതാം? ജി ഇൻറ്റു 1 - 2h/r is equal to g മൈനസ് r ω² എന്ന് എഴുതാം. ഇനി ഇത് ജീൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ, അപ്പോൾ ജി മൈനസ് 2gh/r ഈക്വൽ ടു ജി മൈനസ് r ω². ഈ ജിയും ജിയും കട്ട് ചെയ്യാലോ, രണ്ട് സൈഡിൽ നിന്ന് ജി അങ്ങ് പോയിക്കോളും. ബാക്കിയുള്ളതെന്ന് മൈനസ് കൂടെ കട്ട് ചെയ്താൽ 2gr/2gh/r ഈക്വൽ ടു r ω². നമ്മളടുത്ത് ചോദിച്ചത് എന്താ? ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ?
നമ്മളോട് ചോദിച്ചത് എച്ച് അല്ലേ ചോദിച്ച്, ഹൈറ്റാ ചോദിച്ച്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 2g. ഓക്കെ, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 2g. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, സാരംഗ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ 2g. റെഡി അല്ലേ? ക്വസ്റ്റിൽ പറഞ്ഞൊന്ന് ശരിക്കും ഇങ്ങനെ ഒന്നുകൂടെ നോക്കി നോക്കിട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യും നിങ്ങൾ. പോളിലുള്ള ചേഞ്ചും, പോളിൽ ചേഞ്ച് വരുന്നത് എന്തുകൊണ്ടാണ്? ഹൈറ്റ് കാരണമാണ് ചേഞ്ച് വരുന്നത്. ഇക്വേറ്ററിൽ ഹൈറ്റ് ഒന്നും പറയുന്നില്ല, റൊട്ടേഷൻ കൊണ്ടുള്ള ചേഞ്ചും എടുക്കുന്നുണ്ട്. ആ രണ്ട് ചേഞ്ചും കഴിഞ്ഞിട്ടുള്ള ബാക്കി ജി എന്തായിരിക്കണം? രണ്ട് സ്ഥലത്ത് സെയിം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയും. ഓക്കെ, അടുത്ത ദിവസം നോക്കാലോ. അടുത്ത ദിവസം നോക്കാം. യെസ്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഒറിജിനലി അറ്റ് റെസ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് whose direction is constant but magnitude varies with time according to the relation. ഓക്കെ, ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയുടെ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണ്? ക്യാപിറ്റൽ എം ആണ്. അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മാസ് ക്യാപിറ്റൽ എം ആണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ശരിക്ക് ഈ ഒരു ബോഡിക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സിൻ്റെ പ്രത്യേകത, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡയറക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ എൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുക. മാറുന്നത് എങ്ങനെയാണെന്നാണ് ഈ തന്നത്. എഫ് ഇസ് ഈക്വൽ ടു F0 ഇൻറ്റു 1 മൈനസ് ടി മൈനസ് ക്യാപിറ്റൽ ടി ബൈ ക്യാപിറ്റൽ ടി ഹോൾ സ്ക്വയർ. വേർ F0 ആൻഡ് ക്യാപിറ്റൽ ടി ആർ കോൺസ്റ്റൻറ്റ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റൽ ടിയും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദി ഫോഴ്സ് ആക്ട്സ് ഓൺലി ഫോർ ദി ടൈം ഇൻ്റർവെൽ 2t. ആകെ ആക്ട് ചെയ്യുന്ന ടൈം എത്രയാണ്? 2t ആണ്. അങ്ങനെയാണെങ്കിൽ ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആഫ്റ്റർ ടൈം 2t ഈസ്. 2t കഴിയുമ്പോഴുള്ള വെലോസിറ്റി എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ തന്ന ഫോഴ്സ് നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഫോഴ്സ് എന്താ തന്നിട്ടുള്ളത്? എഫ് ഇസ് ഈക്വൽ ടു F0 ഇൻറ്റു, അത് നമുക്കൊന്ന് ചെറുതാക്കാമല്ലോ അല്ലേ? ഇവിടെ ചെറുതാക്കി എന്താ കിട്ടുക ശരിക്ക്? F0 ഇൻറ്റു 1 മൈനസ് ഇതിനെ ടി മൈനസ് ടി ഹോൾ സ്ക്വയർ ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതെന്താവും? F0 ഇൻറ്റു, അതുകൊണ്ട് ക്രോസ് ചെയ്ത് നോക്കിയാൽ ടി സ്ക്വയർ മൈനസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ടി സ്ക്വയർ മൈനസ് 2tt പ്ലസ് ടി സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്തതാണ്, ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് F0 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ പ്ലസ് 2tt മൈനസ് ടി സ്ക്വയർ എന്നായി മാറും, ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. അപ്പോൾ ഈ ടി സ്ക്വയർ അങ്ങ് കട്ടായിക്കോളും. ബാക്കിയുള്ളത് ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു F0 ബൈ ടി സ്ക്വയർ ഇൻറ്റു 2tt മൈനസ് ടി സ്ക്വയർ. യെസ്, ഇങ്ങനെ എഴുതാം. ഇതിങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം കേട്ടോ. F0 ബൈ ടി സ്ക്വയർ ഇൻറ്റു 2tt മൈനസ് ടി സ്ക്വയർ. റെഡി അല്ലേ? ഇതാണ് ഫോഴ്സ്. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ ലോ ഉപയോഗിച്ചിട്ട് ഈ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ എഴുതാലോ. എം എ ഇസ് ഈക്വൽ ടു F0 ബൈ ടി സ്ക്വയർ ഇൻറ്റു 2tt മൈനസ് ടി സ്ക്വയർ. ബോഡിയുടെ മാസ് തന്നില്ലേ? മാസ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എം എന്ന് എഴുതണ്ട, നമുക്ക് ക്യാപിറ്റൽ എം ആദ്യം തന്നെ അങ്ങ് എഴുതി വിടാം, ക്യാപിറ്റൽ എം. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷൻ എന്താ? F0 ബൈ എം ടി സ്ക്വയർ ഇൻറ്റു 2tt മൈനസ് ടി സ്ക്വയർ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ആക്സിലറേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് വേണ്ടത് വെലോസിറ്റി ആണ്. പിന്നെ ഉള്ളതോ കയ്യിലുള്ളത് പിന്നെ എന്താ ഉള്ളത്? ടൈമും ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡി വി ബൈ ഡി ടി എന്ന് എഴുതി കൂടെ? ആക്സിലറേഷനെ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു F0 ബൈ എം ടി സ്ക്വയർ ഇൻറ്റു 2tt മൈനസ് ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇപ്പം എന്തായി? ഡി വി ഈക്വൽ ടു F0 ബൈ എം ടി സ്ക്വയർ ഇൻറ്റു 2tt മൈനസ് ടി സ്ക്വയർ. ഇതിന് കൂടെ ആരും കൂടെ വരും, ഡി ടി വരും. ഡി ടിയെ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ നോക്ക്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടൂലേ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, കാരണം ക്വസ്റ്റിൽ പറയുന്നുണ്ട് റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി എത്രയാ? വി എന്ന് എടുക്കുക. വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടൈം നോക്കിയേ, ഇനീഷ്യൽ ടൈം 0 ആണ്, ഫൈനൽ ടൈം 2t ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ടോട്ടൽ ടൈം 2t ആണ്. അപ്പോൾ ഈ ഡി വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി കിട്ടും. ലിമിറ്റ് കൊടുത്താൽ 0 to v. ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, JE കുട്ടികളല്ലേ? അപ്പോൾ എന്തായാലും ഇൻ്റഗ്രേഷനൊക്കെ അറിയണം. ഇനി ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2t കോൺസ്റ്റൻറ്റ്, സ്മോൾ ലെറ്റർ ടീന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർ ബൈ 2,
മൈനസ് ടി സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി ക്യൂബ് ബൈ 3. ലിമിറ്റ് കൊടുക്കുക 0 to 2t. ഇവിടെ 2 കട്ടാവും. റെഡി അല്ലേ? ഇനി ബാക്കിയുള്ള എഴുതി നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ v മൈനസ് 0 ഇസ് ഈക്വൽ ടു f0 ബൈ എം ടി സ്ക്വയർ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ടി ഇൻറ്റു 2tൻ്റെ സ്ക്വയർ. 2tൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4t സ്ക്വയർ ആവില്ലേ? മൈനസ് 2tൻ്റെ ക്യൂബ്. അപ്പോൾ 8t ക്യൂബ് ബൈ 3. റെഡി? ഓക്കെ. അപ്പോൾ എന്താ വരിക? v is equal to f0 ബൈ എം ടി സ്ക്വയർ ഇൻറ്റു ഇവിടെ പിന്നെന്താ ഉള്ളത്? 4t ക്യൂബ് മൈനസ് 8t ക്യൂബ് ബൈ 3. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ f0 ബൈ എം ടി സ്ക്വയർ ഇൻറ്റു ഇതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് 3 × 4 12 മൈനസ് 8. അപ്പോൾ 4t ക്യൂബ് ബൈ 3 എന്നാണ് വരിക. അപ്പോൾ ഒരു ടി സ്ക്വയർ ഇങ്ങ് വെട്ടി അവിടെ ടി എന്ന് ബാക്കിയാവും. അപ്പോൾ ആൻസർ 4f0t ബൈ 3m. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ? 4f0t ബൈ 3m. യെസ്, ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, 4f0t ബൈ 3m. ക്ലിയർ അല്ലേ? നോക്ക്. റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് പറയണേ. ആൻസർ ഷുഡ് ബി 4f0 ബൈ 3m. യെസ്, അതിനാണ് ആൻസർ. ഒരു ടി വിട്ടു പോയിട്ടുണ്ട് കേട്ടോ ടൈപ്പ് ചെയ്യാൻ. ഒരു ടിയും കൂടെ ഉണ്ടാവും കൂട്ടത്തിൽ. സാരംഗ് ഒരു ടി കൂടെ ഉണ്ടാവും കൂടെ. ഓക്കെ, ഷാഡോ ക്വീൻ. ഓക്കെ, അടുത്ത നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ പറയാലോ അല്ലേ? അടുത്ത് നോക്കാം. എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഇതാ ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. ഈ ഇൻക്ലിനേഷൻ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ആംഗിളും ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിളും തന്നിട്ടുണ്ട് 30 ഡിഗ്രി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെച്ചു? ഒരു ബ്ലോക്ക് വെച്ചു. ഇതുപോലെ ഒരു ബ്ലോക്ക് വെച്ചു. ഓക്കെ, ആസ് ഷോൺ ഇൻ ദി ഫിഗർ. റിമെയിൻസ് അറ്റ് റെസ്റ്റ് അപ് ടു എ മാക്സിമം ഫോഴ്സ് 2 ന്യൂട്ടൺ ഡൗൺ ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് നമ്മൾ ഇതിനെ താഴോട്ട് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുകയാണെങ്കിൽ ഇത് 2 ന്യൂട്ടൺ ഫോഴ്സ് വരെ ഇത് അനങ്ങാതിരിക്കുന്ന അർത്ഥം. ഓക്കെ, 2 ന്യൂട്ടൺ ഫോഴ്സ് വരെ ഇത് എന്ത് ചെയ്യും? അനങ്ങാതിരിക്കും. ദി മാക്സിമം എക്സ്റ്റേണൽ ഫോഴ്സ് അപ്പ് ദി ഇൻക്ലൈൻ പ്ലെയിൻ ദാറ്റ് ഡസ് നോട്ട് മൂവ് ദി ബ്ലോക്ക് ഈസ് 10 ന്യൂട്ടൺ. മുകളിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ 10 ന്യൂട്ടൺ വരെ കൊടുത്താൽ ഇത് എന്ത് ചെയ്യും? അനങ്ങാതിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2 ഡാറ്റയാണ് അതിനകത്ത് തന്നത്. 2 ന്യൂട്ടണും പിന്നെ ഒരു 10 ന്യൂട്ടണും. അതിൽ നിന്ന് നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടണം. റെഡി അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇവിടെ ഇതിനകത്ത് നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നോക്കിക്കോ. 2 കേസാക്കിയിട്ട് ഞാൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ. ഇതിന് മുകളിൽ ശരിക്ക് നമ്മൾ സാധാരണ വെറുതെ വെക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു mg sin θ ഉണ്ടാവില്ലേ? വെയിറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ്. പിന്നെയോ മുകളിലേക്ക് എന്തുണ്ടാവും? ഫ്രിക്ഷനും ഉണ്ടാവും ശരിക്ക് സാധാരണ രീതിയിൽ. എന്നിട്ട് ഞാൻ മുകളിലേക്ക് എന്ത് ചെയ്യണം? താഴേക്ക് എന്ത് ചെയ്യണം? താഴേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ് 2 ന്യൂട്ടനാണ്. ഞാൻ ഈ 2 ന്യൂട്ടൺ കൊടുത്തപ്പം ബ്ലോക്ക് അനങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ mg sin θയും 2 ന്യൂട്ടനും കൂടെ ആര് ബാലൻസ് ചെയ്യുന്നുണ്ട്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, നെറ്റ് ഫോഴ്സ് 0 ആയി പോകുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആവും? ഫ്രിക്ഷൻ ഈക്വൽ ആവും എന്നർത്ഥം. ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. അതേപോലെ ഇനി അടുത്ത കേസിൽ നമ്മൾ ഇതിനെ തള്ളുന്നത് മുകളിലേക്കാണ്. എത്ര ന്യൂട്ടണിൽ തള്ളാൻ പറ്റുന്ന പറഞ്ഞാൽ 10 ന്യൂട്ടണിൽ. അപ്പോഴും താഴേക്ക് ആരുണ്ടാവും? mg sin θ ഉണ്ടാവും. പക്ഷെ നമ്മൾ മുകളിലേക്ക് തള്ളുമ്പോൾ ഈ ബ്ലോക്ക് മുകളിലേക്ക് കയറി പോകാനാണ് ശ്രമിക്കുക. അപ്പം അതിനെ മുകളിലേക്ക് കയറി പോകാൻ സമ്മതിക്കാതിരിക്കുന്ന ആളാരാണ്? ഫ്രിക്ഷനാണ്. അപ്പം ആ സമയത്ത് ഫ്രിക്ഷൻ വരേണ്ടത് താഴേക്കാണ്. താഴ്ഭാഗത്തേക്കാണ് ശരിക്കും ഇവിടെ ഫ്രിക്ഷൻ വരേണ്ടത്. റെഡി? നമ്മൾ താഴോട്ടാണ് തള്ളുമെങ്കിൽ ഫ്രിക്ഷൻ മുകളിലേക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ മുകളിലേക്ക് തള്ളിക്കൊടുക്കുമ്പോൾ ഫ്രിക്ഷൻ താഴേക്കും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ കേസ് 2 കേസിലും ബ്ലോക്ക് അനങ്ങുന്നില്ല. ബ്ലോക്ക് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലാണ്. അനങ്ങാതെ അവിടെ നിൽക്കുക. നെറ്റ് ഫോഴ്സ് 0. അപ്പം ഞാൻ ഇവിടെ എഴുതും mg sin θ. ഓക്കെ, ഇനി ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് എഴുതിക്കൂടെ? μ × n. μ × നോർമൽ റിയാക്ഷൻ എത്ര ഉണ്ടാവും ഇൻക്ലൈൻ പ്ലെയിനിൽ? mg cos θ. അതുപോലെ തന്നെ ഇവിടെയും ഫ്രിക്ഷൻ അത് തന്നെ, μ mg cos θ. റെഡി? അപ്പോൾ ഇവിടെ എനിക്ക് എഴുതാം mg sin θ പ്ലസ് 2ൻ്റെ വാല്യൂ എത്രയാണ്? μ mg cos θ ആണ്. ഇവിടെ എന്ത് എഴുതാം?
mg sin തീറ്റ പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റയുടെ വാല്യൂ എന്തിന് ഈക്വലാണ്? 10നും ഈക്വലാണ്. റെഡി അല്ലേ? ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെ എഴുതാം? എം ജി സൈൻ തീറ്റ പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റ ഈക്വൽ ടു 10. ഓക്കെ, ആദ്യത്തെ ഇതാണ് ഞാൻ എഴുതിയപ്പം. റെഡി? ഇനി ഈ രണ്ടാമത്തെ കേസില്ലേ, ഇതിൽ ഞാൻ ഈ മ്യൂ എം ജി കോസിനെ ലെഫ്റ്റിലേക്കും 2നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പം എന്താ ഉണ്ടാവുക? ഇവിടെ എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ എന്ന് വരും, ഈക്വൽ ടു -2 എന്നായിരിക്കും ഉണ്ടാവുക 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിക്കോ. ഡിവൈഡ് ചെയ്യുമ്പം എം ജി സൈൻ തീറ്റ, അവിടെ വേണമെങ്കിൽ എം ജിനോട് പുറത്തെടുക്കട്ടോ. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ എന്നായിക്കോളും. ഡിവൈഡഡ് ബൈ എം ജി ഇൻറ്റു താഴെ സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ -5 അല്ലേ വരിക? 10/-2 അല്ലേ? നോക്ക്, -5 വരും. ഈ എം ജി അങ്ങ് ക്യാൻസൽ ചെയ്യും. ഇനി തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം, ഞാൻ കൊടുക്കാതിരുന്നതാണ് ഇതുവരെ, 30 ഡിഗ്രി ആണ്. അപ്പോൾ സൈൻ 30 1/2 പ്ലസ് മ്യൂ ഇൻറ്റു √3/2. റെഡി? ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു മ്യൂ ഈക്വൽ ടു -5. റെഡി അല്ലേ? ഇങ്ങനെ എഴുതി ഉണ്ടാക്കാം. അപ്പോൾ എന്താ വരിക? ഇവിടെ എല്ലായിടത്തും ഈ 2നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് വാല്യൂ കൊടുക്കാതെ ഏറ്റവും അവസാനം വേണമെങ്കിൽ അങ്ങനെ വാല്യൂ കൊടുത്താലും മതി കേട്ടോ. എങ്ങനെ? ഇതാ ഇവിടെ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ഈക്വൽ ടു -5, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ -5 ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ വരൂലേ? ഇങ്ങനെ മൾട്ടിപ്ലൈ, ഇതിന് ചെറുതാക്കിയിട്ട് അവസാനം വാല്യൂ കൊടുത്താലും മതി. ഇനി ഈ √3 ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം -5 സൈൻ തീറ്റ പ്ലസ് 5 മ്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ സൈൻ തീറ്റ ഉള്ള ടേമിന് ഇങ്ങോട്ടും കോസ് തീറ്റ ഉള്ള ടേമിന് ഇങ്ങോട്ടും കൊണ്ടാകും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 6 സൈൻ തീറ്റ ആവില്ലേ നോക്ക്, ഈക്വൽ ടു ഈ സൈഡിലോ 4 മ്യൂ കോസ് തീറ്റ എന്നാവും. അപ്പം മ്യൂവിൻ്റെ വാല്യൂ 6 സൈൻ തീറ്റ ബൈ 4 കോസ് തീറ്റ. 6/4 3/2 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്നാവും. അത് ടാൻ 30 ഡിഗ്രിയാണ്. ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/√3. അപ്പോൾ ഈ 1/√3 3യും കൂടെ കട്ട് ചെയ്യാലോ. അവിടെ √3 എന്ന് വരൂലേ? അപ്പോൾ √3/2 ആയിരിക്കും ആൻസർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നോക്ക്, √3/2. √3/2. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ. റെഡി അല്ലേ? റെഡിയാണോ? ക്ലിയർ ആണോ നോക്കിയിട്ട് പറയണേ. ഓക്കെ, √3/2. √3ക്ക് മാത്രമേ വരുള്ളൂ കേട്ടോ, 3/2ക്ക് ഒന്നായിട്ടുണ്ടാവില്ല സാരംഗ്. യെസ്, ഓക്കെ, യെസ്. അടുത്ത നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്ക്. യെസ്, എ പേഴ്സൺ പുഷസ് എ ബോക്സ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം സർഫസ്. ഒരു ബോക്സിന് എന്ത് ചെയ്തു? ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മൾ തള്ളി കൊണ്ടുപോവാണ്. ഹി അപ്ലൈസ് എ ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ. ആദ്യം അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. ഇത് അവിടെ ഉണ്ട്. ഓക്കെ, 200 ന്യൂട്ടൺ. യെസ്, പിന്നെന്താ ഉള്ളത്? 200 ന്യൂട്ടൺ ആണ് ഫസ്റ്റ് കൊടുത്ത ഫോഴ്സ് കേട്ടോ. ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് 200 ന്യൂട്ടൺ. ഓക്കെ, 200 ന്യൂട്ടൺ ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 15 മീറ്റർ. 15 മീറ്റർ ദൂരം. ഇതിങ്ങനെയാണുള്ളത്. ഓക്കെ സാർ, ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതാ. ഓക്കെ, റെഡി. എന്നാൽ നോക്കി 200 ന്യൂട്ടണിൽ ഞാൻ എന്ത് ചെയ്തു? ആ ബോക്സിനെ എങ്ങനെ തള്ളി 15 മീറ്റർ ദൂരം. പിന്നെന്താ പറയുന്നത്? thereafter he gets progressively tired and his applied force reduces linearly with distance to 100 ന്യൂട്ടൺ. ഈ 200 ന്യൂട്ടൺ എന്നുള്ളത് ലീനിയർലി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരേ യൂണിഫോംലി കുറഞ്ഞു 100 ന്യൂട്ടൺ ആയി. ദി ടോട്ടൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദി ബോക്സ് ഹാസ് ബീൻ മൂവ്ഡ് ഈസ് 30 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് 30 മീറ്റർ ആണ് കവർ ചെയ്ത്. ആദ്യം 15 മീറ്റർ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഈ 100 ന്യൂട്ടൺ ആവാൻ പിന്നെയും ഒരു 15 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ടോട്ടൽ 30 മീറ്റർ ആയി. വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി പേഴ്സൺ ഡ്യൂറിങ് ദി ടോട്ടൽ മൂവ്മെന്റ് ഓഫ് ദി ബോക്സ്. ഇവിടെ ഫോഴ്സും ഡിസ്റ്റൻസുകളൊക്കെയാണ് തന്നിട്ടുള്ളത്.
പക്ഷേ ഫോഴ്സും ആ ഒരു ഡിസ്റ്റൻസ് ഇതൊന്നും യൂണിഫോം അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരക്കുന്നതായിരിക്കും ശരിക്കും ഏറ്റവും എളുപ്പം. എങ്ങനെയാണ് ഗ്രാഫ് വരക്കുക? ഫോഴ്സും എക്സും കൂടെ ഉള്ള ഗ്രാഫ് വരക്കാം. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരക്കുന്നത്? വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കണ്ടാൽ മതി, ഏരിയ അണ്ടർ എഫ് എക്സ് ഗ്രാഫ്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. നോക്കാലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക? ഏറ്റവും ആദ്യം 200 ന്യൂട്ടൺ ആണുള്ളത്. ഏത് വരെ? 15 മീറ്റർ വരെ. അപ്പം ഇതുവരെ ഇങ്ങനെ ഒന്നുണ്ടാവും. ഇതാ, പിന്നെ ഒരു 15 കൂടെ പോയിട്ട് 30 മീറ്റർ ആയപ്പോൾ ഇത് എത്രയായി മാറി? 100 ആയി മാറി. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ചേഞ്ച് ഉണ്ടല്ലോ, അത് ലീനിയർ ആണെന്ന് ക്വസ്റ്റ്യൻ പറയണം. അപ്പം നേരെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് ആൻസർ കിട്ടും. ഏരിയ നിങ്ങൾ കാണുമോ? ചെയ്ത് നോക്കുമോ? ഏരിയ എങ്ങനെയാണ് ഉണ്ടാവുക? നോക്കിക്കോ. ആദ്യം ഇതങ്ങ് എടുത്തോ, ഈ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ ഏരിയ എത്രയാണ് ഉണ്ടാവുക? 200 × 15 പ്ലസ് ഇനി ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്തോ, ഇത് 100 ഉണ്ടാവുക, ഇത് 15 ഉണ്ടാവുക. അപ്പോൾ 15 × 100 പ്ലസ് ബാക്കി എത്രയാണുള്ളത്? ഇതാ ഈ ഒരു ട്രയാങ്കിൾ, ഇനി ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്. അതായത് ഈ ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ട്. അത് നോക്കിയാൽ നിങ്ങൾ, അതിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഹൈറ്റ് 100 ആണ്, ബേസ് 15 ആണ്. അപ്പോൾ ഹാഫ് ബി എച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ബേസ് എത്രയാ? 15, ഹൈറ്റ് എത്രയാ? 100. ഇങ്ങനെ ഉണ്ടാവും. അപ്പം 200 × 15 30, 3000 അല്ലേ? 3000 പ്ലസ് 1500 പ്ലസ് 750 ആഡ് ചെയ്ത് നോക്കിയാൽ 500 and 5250 ആയിരിക്കും. 500 അല്ല, 5250 ഇത്രയും ഉണ്ടാവും. യെസ് സാറങ്ങ്, യെസ്, റെഡി. 5250 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. റെഡിയാണോ? ക്ലിയർ ആണെങ്കിലൊന്ന് പറയണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ക്ലിയർ ആണെങ്കിൽ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, 25 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ. മാക്സിമം ചെയ്ത് തീർക്കണം എന്ന്. ഓക്കെ, സാരെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും? ഷാഡോ ക്വീൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, അടുത്ത നോക്കാലോ. സാൻഡ് ഈസ് ബീങ് ഡ്രോപ്ഡ് ഫ്രം എ സ്റ്റേഷനറി ഡ്രോപ്പർ അറ്റ് എ റേറ്റ് ഓഫ് 0.5 kg/s ഓൺ എ കൺവെയർ ബെൽറ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 m/s. ഓക്കെ, ദി പവർ നീഡഡ് ടു കീപ് ദി ബെൽറ്റ് മൂവിങ് വിത്ത് ദി സെയിം വെലോസിറ്റി വിൽ ബി. എടാ, അതിലേക്ക് ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. കൺവെയർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങൾ ലഗേജ് ഒക്കെ കയറ്റി വെക്കുന്ന അതിനെയാണ് നമ്മൾ കൺവെയർ ബെൽറ്റ് എന്ന് പറയുന്നത്. സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു പൈപ്പിൽ വെച്ചിട്ട് മണൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. റെഡി? ആ ബെൽറ്റിന്റെ സ്പീഡ് 5 m/s. അത് ശരിക്കും മാറാൻ പാടില്ല. സാധനങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ ബെൽറ്റിന്റെ സ്പീഡ് ഇങ്ങനെ കുറയാൻ പാടുണ്ടോ? ഇല്ല. അതിനനുസരിച്ച് നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൂട്ടുക ചെയ്യുക അതിൻ്റെ മുകളിൽ. റെഡി അല്ലേ? അപ്പോൾ ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? dp/dt അല്ലേ ശരിക്ക് സെക്കൻഡ് ലോ? ഈ dp/dtയിൽ d/dt ഓഫ് mv അല്ലേ? ഇവിടെ വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ്, മാസ് മാറുന്നുണ്ട്. മാസ് മാറും. കാരണം നമ്മൾ അതിന്റെ മുകളിലോട്ട് മണൽ ഇങ്ങനെ ഇടയല്ലേ. മണൽ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അതിന്റെ മാസ് ഇങ്ങനെ കൂടി വരും. സാൻഡ് അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫോഴ്സ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പവറാ ചോദിച്ചത്. പവർ റിക്വയർഡ്. പവർ എങ്ങനെ കിട്ടും? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, F.v. അപ്പോൾ ഇവിടെ ഫോഴ്സ് എങ്ങനെയാ? v ഇൻറ്റു dm/dt ഇൻറ്റു വിയും കൂടെ വരും. അപ്പോൾ v² ഇൻറ്റു dm/dt ആണ്. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, അതിൻ്റെ സ്പീഡല്ലേ. ആ സ്പീഡ് എത്രയാണ് അതിനകത്ത് തന്നിട്ടുള്ളത്? 5. അപ്പോൾ 5² ഇൻറ്റു dm/dt എന്ന് പറഞ്ഞാൽ മാസ് കൂടുന്ന റേറ്റ്. ഇവിടെ മാസ് കൂട്ടുന്നത് ആരാ? സാൻഡ്. നമ്മൾ മണലിടുന്ന റേറ്റ് എന്താണോ അതാണ് അതിൻ്റെ മാസ് കൂടുന്ന റേറ്റ്. ഇവിടെ മണലിടുന്ന റേറ്റ് എത്രയാ? 0.5. അപ്പോൾ 0.5 ആയിരിക്കും dm/dt. ഈ 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഇൻറ്റു 0.5. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 12.5 വാട്ട്സ് ആയിരിക്കും ആൻസർ. ഓക്കെ, 12.5 വാട്ട്. ഓക്കെ, അടുത്ത നോക്കാലോ. അടുത്ത നോക്കിക്കോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു എ സ്റ്റേഷനറി പാർട്ടിക്കിൾ വെൻ ഇറ്റ് സ്ട്രൈക്സ് ദി സ്റ്റേഷനറി പാർട്ടിക്കിൾ ഓഫ് 5 times its മാസ്. അപ്പോൾ കൊളീഷനിലുള്ള ക്വസ്റ്റ്യനാണ്. എന്നിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അസ്യൂം ദി കൊളീഷൻ ടു ബി ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ. ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പല വഴികളുണ്ട് കേട്ടോ. പല വഴികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊമെന്റം കൺസർവേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞതുകൊണ്ട് കൈനറ്റിക് എനർജി കൺസർവേഷൻ വെക്കാൻ പറ്റും. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 1 ആണെന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അതും വെക്കാം. അങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്യാം. പക്ഷെ ഞാൻ സാധാരണ പറയാറുള്ളത് ഹെഡ് ഓൺ ഇലാസ്റ്റിക് ആണെങ്കിൽ എപ്പോഴും നോക്കിയേ, നമ്മൾ ആദ്യം ഒരു ബോഡിയുടെ മാസ് m1, അത് പോകുന്നത് u1, വേറൊരു മാസ് m2, ഇത് u2, ഇത് രണ്ടും കൂടെ കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കൊളീഷന്റെ ശേഷം വരുന്ന വെലോസിറ്റികൾ കിട്ടാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അത് ഹെഡ് ഓൺ ഇലാസ്റ്റിക്കിലേ പറ്റുള്ളൂ. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് ഹെഡ് ഓൺ ഇലാസ്റ്റിക് എന്നാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുന്നത് ശരിക്കും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് നോക്കിയ, v1 is equal to m1 minus m2 by m1 plus m2. ഇതിനൊരു പാറ്റേൺ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പലർക്കും ഇത് അറിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2m2 by m1 plus m2 into u2. v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m1 by m1 plus m2 into u1 minus m1 minus m2 by m1 plus m2 into u2. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം, അറിയുന്നതായിരിക്കും, മിക്കവാറും എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും ഇത്. റെഡി? നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, ഒരു ബോഡി ചെന്നിട്ട് അതിൻ്റെ മാസിൻ്റെ 5 ഇരട്ടി മാസുള്ളൊരു ബോഡി അത് റെസ്റ്റിൽ നിൽക്കുക. നോക്കിക്കോ, ഞാൻ ഇവിടെ വരക്കാം. ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് m ആണെന്ന് വിചാരിച്ചോ. ഇത് ചെന്നിട്ട് വേറൊരു ബോഡിനെ ഇടിച്ചു, ഇതിൻ്റെ മാസ് 5m ആണ്. ഇതിനൊരു വെലോസിറ്റി ഉണ്ട്, ഇത് റെസ്റ്റിലാണ്, 5m റെസ്റ്റിലാണ്. അങ്ങനെ ഇടിച്ചു കഴിയുമ്പം ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത് നോക്കിയേ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സ്റ്റേഷനറി പാർട്ടിക്കിൾ എന്നാ. അതായത് ഇയാളുടെ കയ്യിലുള്ള കൈനറ്റിക് എനർജിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഇയാൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇയാൾക്ക് എത്ര ലോസ് വന്നിട്ടുണ്ട് നോക്കിയാൽ മതി. ഇയാൾക്ക് വരുന്ന ലോസ് ആയിരിക്കും ഇയാൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ഇയാൾക്ക് എത്ര ലോസ് ഉണ്ടോ അതാണ് ഇയാൾക്ക് കിട്ടിയ ഗെയിൻ, അതായത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാം. റെഡി അല്ലേ? അപ്പം ലോസ് കണ്ടുപിടിച്ചാൽ മതി എന്നർത്ഥം. ലോസ് എങ്ങനെയാണ് കിട്ടുക? നമുക്ക് ആദ്യം ഇനീഷ്യലി ഒരു വെലോസിറ്റി വേണം, അതുകൊണ്ട് ഞാൻ ഇനി u എന്ന് പേരിട്ടു. ഇനി ഫൈനലി ഇയാളുടെ വെലോസിറ്റി കിട്ടണം, v1 കിട്ടിയാൽ മതി. v1 എങ്ങനെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടതാ, v1 ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. രണ്ടാമത്തെ ടേം എഴുതണ്ട, കാരണം എന്താ, അതിൽ വരാൻ പോകുന്ന u2 ഉണ്ടല്ലോ, രണ്ടാമത്തെ ആളുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, കാരണം അയാൾ റെസ്റ്റിലാണ്. അതുകൊണ്ട് അത് എഴുതണ്ട, ഇത്ര മതി. അപ്പോൾ എങ്ങനെയാ വരിക, മൈനസ് 4m ബൈ 6m ഇൻറ്റു u. ആ m കട്ട് ചെയ്യുക, ബാക്കിയുള്ള നോക്കിയാൽ മൈനസ് 2/3u എന്നാണ് വരുന്നത് ഫൈനൽ വെലോസിറ്റി. എടാ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി അപ്പോൾ എത്രയാ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി 12m² ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാ? ഹാഫ് ഇൻറ്റു മാസ് മാറൂല, വെലോസിറ്റി എത്രയായി? മൈനസ് 2/3u എന്നായി മാറി. അപ്പോൾ ഇത് 12m ഇൻറ്റു u² ഇൻറ്റു ആ 2/3ൻ്റെ സ്ക്വയർ ഒരു 4/9 കൂടെ വരും. റെഡി അല്ലേ? അപ്പം ലോസ്, പെർസെൻറ്റേജ് ലോസ് കിട്ടണം. പെർസെൻറ്റേജ് ലോസ് എങ്ങനെയാണ് കിട്ടുക? കൈനറ്റിക് എനർജി ഇനീഷ്യൽ മൈനസ് കൈനറ്റിക് എനർജി ഫൈനൽ, ഇതാണ് ലോസ്. ഇനീഷ്യൽ മൈനസ് ഫൈനൽ ആണ് ലോസ്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ ചേഞ്ച് ആണ്. റെഡി അല്ലേ? ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻറ്റു 100, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനീഷ്യൽ എത്രയാ? 12mu². റെഡി? മൈനസ് 4/9 ഇൻറ്റു 12mu² ഡിവൈഡഡ് ബൈ 12mu² ഇൻറ്റു 100. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് കട്ട് ചെയ്യാം? 12mu² അങ്ങ് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് 1 മൈനസ് 4/9 ഇൻറ്റു 100 ആണ്. ഇത് എത്രയാണ് വരിക? 5/9 അല്ലേ? നോക്ക്, 4 മൈനസ് 9 മൈനസ് 4 5/9 ഇൻറ്റു 100. അപ്പോൾ 500/9 ചെയ്തോ. 500/9 ചെയ്താൽ 50ൽ 5, വീണ്ടും 5, 50, വീണ്ടും 5, അപ്പോൾ 55.555 അങ്ങനെ 5 നിൽക്കൂല. അവിടെ ആൻസർ ഇല്ലേ നോക്ക്, 55.5%. ഇതായിരിക്കും ആൻസർ. റെഡിയാണോ? 55.55%. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. യെസ് യെസ്, ആരെങ്കിലും കിട്ടിയിട്ടുണ്ട് ആൻസർ? ഓക്കെയാണ്, ആരെങ്കിലും ഓക്കെയാണ്. ബാക്കിയുള്ളവരെന്താ അവസ്ഥ? യെസ്, അടുത്ത് നോക്കാലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ വായിച്ചോ. എ ബ്ലോക്ക് ഓഫ് മാസ് m lying on a smooth horizontal surface is attached to a spring of negligible mass of spring constant k. സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് k ആണ്. ഓക്കെ, മാസ് m ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ദി അതർ എൻഡ് ഓഫ് ദി സ്പ്രിങ് ഈസ് ഫിക്സ്ഡ്. ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതാ. ഓക്കെ, ദി ബ്ലോക്ക് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇത് ആദ്യം റെസ്റ്റിലാണ് ഈ സാധനം ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബ്ലോക്ക് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇഫ് നൗ ദി ബ്ലോക്ക് ഈസ് പുൾഡ് വിത്ത് എ കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എഫിൽ ഇതിനെ പിടിച്ചു വലിച്ചു. അങ്ങനെയാണെങ്കിൽ മാക്സിമം സ്പീഡ് ഓഫ് ബ്ലോക്ക് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എടാ, ഇതിലെന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ബ്ലോക്കിന് ആദ്യം സ്പ്രിങ് ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ. സ്പ്രിങ് നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്തിട്ടില്ല. സ്പ്രിങ് റിലാക്സ് ചെയ്ത് നിൽക്കുക ഇക്വിലിബ്രിയം പൊസിഷനിൽ. അതുകൊണ്ട് തന്നെ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സുകളൊന്നും ഉണ്ടാവില്ല ആദ്യം. അപ്പോഴാണ് നമ്മൾ വന്ന് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കണത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, എന്നാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം ഫോഴ്സ് ഇല്ല. അപ്പോൾ ബ്ലോക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് നീങ്ങും. നീങ്ങുമെന്ന് മാത്രമല്ല, അതിന് ഇങ്ങോട്ടേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ ബ്ലോക്ക് ഇങ്ങോട്ട് നീങ്ങുന്നതോട് കൂടി സ്പ്രിങ് എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്പ്രിങ്ങിൽ സ്പ്രിങ് ഫോഴ്സും വരും. അപ്പോൾ എന്താ? ഈ ബ്ലോക്കിന് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഇങ്ങോട്ടേക്ക് സ്പ്രിങ് ഫോഴ്സും വരാൻ തുടങ്ങും. റെഡി അല്ലേ? അങ്ങനെ കുറച്ച് ടൈം കഴിയുമ്പം ഈ ഫോഴ്സും സ്പ്രിങ് ഫോഴ്സും ഈക്വൽ ആവും. അപ്പം എന്തായി? രണ്ട് ഫോഴ്സും ഈക്വൽ ആവുന്നതോട് കൂടി നെറ്റ് ഫോഴ്സ് 0 ആയി, ആക്സിലറേഷൻ എന്തായി? 0 ആയി. പിന്നെയും നമ്മൾ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള സ്പ്രിങ് ഫോഴ്സ് വലിയ വാല്യൂ വരും. റെഡി അല്ലേ? ആദ്യം ഏത് നമ്മൾ വലിക്കുന്ന ഫോഴ്സാണ് കൂടുതൽ, സ്പ്രിങ് ഫോഴ്സ് കുറവാണ്. അപ്പോൾ ബ്ലോക്ക് ഇങ്ങനെ സ്പീഡ് കൂടി വരും, കാരണം ആക്സിലറേഷൻ ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എന്താവും? 0 ആവും, കാരണം രണ്ട് ഫോഴ്സ് ഈക്വൽ ആവും. പിന്നെ നമ്മൾ വലിക്കുമ്പം സ്പ്രിങ് ഫോഴ്സ് വലുതാവും, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ചെറുതാവും. അപ്പോൾ ഇതിന് ഡീസിലറേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? ആക്സിലറേഷൻ ഇങ്ങോട്ടേക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ തുടങ്ങും? ഡീസിലറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അവിടെ ആയിരിക്കും നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുക. മാക്സിമം സ്പീഡാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. ഇതിനകത്ത് എന്തൊക്കെ എഴുതാം? ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പം സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാവും. ഇതിനകത്ത് FSP എന്നാണ് സ്പ്രിങ് ഫോഴ്സിന് എഴുതാറുള്ളത് നമ്മൾ, KX. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ കേസിൽ ഇങ്ങോട്ടേക്കല്ലേ ആക്സിലറേഷൻ ഇനീഷ്യലി. അപ്പം നെറ്റ് ഫോഴ്സ് എഴുതിയാൽ F മൈനസ് സ്പ്രിങ് ഫോഴ്സ് KX is equal to നമുക്ക് എന്ത് എഴുതാം? MA എന്ന് എഴുതാം. റെഡിയാണോ? ഇങ്ങനെ എഴുതാം. നമുക്കിനി ആക്സിലറേഷൻ 0 ആകുമ്പോഴല്ലേ വെലോസിറ്റി മാക്സിമം വെൻ നെറ്റ് ഫോഴ്സ് is equal to 0. നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോഴാണ് എന്ത് വരുന്നത്? മാക്സിമം ഫോഴ്സ് വരുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നെറ്റ് ഫോഴ്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും സ്പ്രിങ് ഫോഴ്സും ഈക്വൽ ആവുക എന്ന് വെച്ചാൽ F is equal to KX വരിക. റെഡി അല്ലേ? അപ്പോൾ ആ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ സമയത്ത് ഇലോങ്ങേഷൻ എത്ര ഉണ്ടാവും? F/K ആണ്. റെഡി അല്ലേ? ഇത്ര ഇലോങ്ങേഷൻ വരുമ്പോഴായിരിക്കും എന്ത് വരിക? മാക്സിമം സ്പീഡ് വരിക. ഇനി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടണം. അപ്പോൾ നോക്കാം. MAൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? ഇത് ഇവിടെ തന്നല്ലോ. അപ്പോൾ ആക്സിലറേഷൻ is equal to F മൈനസ് KX/AM എന്ന് എഴുതാം. ഇനി ഈ ആക്സിലറേഷൻ ഉണ്ടല്ലോ, ആക്സിലറേഷൻ നമ്മൾ സാധാരണ dV/dt എന്ന് എഴുതാറുണ്ട്. എടാ, ഈ dV/dtയെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാം? നോക്കിയേ, dV/dt ഞാൻ ഇങ്ങനെ എഴുതി. എന്നിട്ടൊരു dx കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ dx/dt വെലോസിറ്റി അല്ലേ? നോക്ക്, ബാക്കി dV/dx ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ആക്സിലറേഷൻ വരുന്ന സ്ഥലത്ത് നമുക്ക് V × dV/dx എന്ന് എഴുതാം. ബാക്കിയുള്ളത് F മൈനസ് KX/M എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്പീഡാണ്. ഇതാ V ഇവിടെ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഈ എക്സിൻ്റെ വാല്യൂ ആണ്. ഈ സമയത്തുള്ള വെലോസിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിനിതാ ഈ DXനെ ഇങ്ങോട്ട് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ എക്സിൻ്റെ ടേംസിലും വന്നോളും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? V × dV is equal to F മൈനസ് KX/M ഇൻറ്റു DX. റെഡി? ഇനി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം. ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി V. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനീഷ്യൽ പൊസിഷൻ 0, ഫൈനൽ പൊസിഷൻ ഇതാ F/K ആണ് അതിൻ്റെ വാല്യൂ. F/K നമുക്ക് തൽക്കാലം ഇവിടെ x1 ഇട്ട് വെക്കാം കേട്ടോ. ആ x1 ആണെന്ത്? x1ൻ്റെ വാല്യൂ ആണെന്ത്? F/K. ഓക്കെ, നമുക്ക് അവസാനം കൊടുക്കാം. അപ്പോൾ Vനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ V²/2, 0 തൊട്ട് V വരെ ഈക്വൽ ടു, ഇവിടെ മാസ് കോൺസ്റ്റന്റ്. അപ്പോൾ 1/m വേണേൽ പുറത്ത് വെക്കാം. ബാക്കി Fന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ F കോൺസ്റ്റൻ്റാണ്. അപ്പോൾ F × x വരും.
കെ ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2. റെഡി? അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ v²/2, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0, 1/m ഇൻറ്റു എഫ് ഇൻറ്റു ഈ എക്സിൻ്റെ വാല്യൂ കൊടുക്കണ്ടേ? 0 തൊട്ടിട്ട് ഇവിടെ എത്ര ഉണ്ട്? f/k അല്ലേ നമുക്ക് കിട്ടിയേ? അപ്പോൾ എഫ് ഇൻറ്റു f/k മൈനസ് k/2 ഇൻറ്റു x². അപ്പോൾ f²/k². ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലാം 0 ആയി പോകും. അപ്പോൾ ഇത് കട്ടായിക്കോളും. ബാക്കി എന്തൊക്കെയാണുള്ളത്? 1/m ഇൻറ്റു f²/k മൈനസ് f²/2k. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ അങ്ങ് സെയിം ആയിക്കോളൂല്ലേ? അപ്പോൾ നേരെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാമല്ലോ. 2f² മൈനസ് f². അപ്പോൾ ഇവിടെ v²/2 ഇൻറ്റു v²/2 ഈക്വൽ ടു 1/m ഇൻറ്റു f²/2k എന്ന് വരും. അതിൽ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയിക്കോളും. ബാക്കി v² ഈക്വൽ ടു f²/mk. അപ്പോൾ നമുക്ക് റൂട്ട് എടുത്താൽ v കിട്ടൂലേ? f/√mk. ഇതാണ് ആൻസർ. f/√mk. ഇങ്ങനെ ഓപ്ഷൻ ഇല്ലേ നോക്ക്? f/√mk. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. റെഡി അല്ലേ? നോക്ക്. സാരെങ്കിലും കിട്ടിയിട്ടുണ്ട് ആൻസർ. വേറെ ആരെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടോ? കമൻറ്റ് ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ദി ഇനീഷ്യൽ മാസ് ഓഫ് എ റോക്കറ്റ് ഈസ് 1000 kilogram. Calculate at what rate the fuel should be burnt so that rocket is given an acceleration of 20 meter per second square. The gases come out at a relative speed of 500 meter per second with respect to the rocket. ഓക്കെ, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സാധാരണ റോക്കറ്റിൻ്റെ കേസിൽ നമ്മൾ ഫ്യൂവൽ ഇങ്ങോട്ടേക്ക് കത്തും. ഓക്കെ, ഫ്യൂവൽ ഇങ്ങോട്ടേക്ക് എക്സോസ്റ്റ് വരുന്ന സമയത്ത് ആ എക്സോസ്റ്റിൻ്റെ റേറ്റ് dm/dt ആണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, മാസ് ബൈ ടൈം. അപ്പോൾ ഇതിന് മുകളിലേക്ക് കിട്ടുന്ന ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്ത്രസ്റ്റ് ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, എഫ് അപ്പ് എന്ന് ചെയ്താൽ അതെത്രയാണ് ഉണ്ടാവാറുള്ളത്? v ഇൻറ്റു dm/dt. കാരണം എക്സോസിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ v ഇൻറ്റു dm/dt ആണ് എഴുതാറുള്ളത്. എന്തിന്? റോക്കറ്റിന് മുകളിലേക്ക് കിട്ടുന്ന ത്രസ്റ്റ്. അപ്പോൾ റോക്കറ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മുകളിലേക്കുള്ള ഫോഴ്സ് മൈനസ് താഴേക്കുള്ളത് അതിൻ്റെ mg. ഇതല്ലേ നെറ്റ് ഫോഴ്സ് എം എ? നോക്ക്, മുകളിലേക്ക് ആ ഫ്യൂവൽ താഴോട്ട് തെറിക്കുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഒരു ത്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്. അപ്പോൾ മുകളിലേക്കുള്ളത് മൈനസ് താഴേക്കുള്ളതാണ് എം എ. ഇതിലെല്ലാ വാല്യൂ നമുക്കറിയാം. ഇതിൽ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സോസ്റ്റിൻ്റെ സ്പീഡാണ്. ശരിക്കും ഗ്യാസ് പുറത്തോട്ട് ഇങ്ങനെ വരുന്ന അതിൻ്റെ സ്പീഡാണ് 500 ഇൻറ്റു dm/dt ഈക്വൽ ടു എം എത്രയാ? m ഇൻറ്റു a+g അല്ലെ g+a എന്ന് എഴുതിയാൽ മതി അല്ലേ? റൈറ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് ഇതിനെ പുറത്തെടുക്കാമല്ലോ എമ്മിനെ. ഓക്കെ, അപ്പോൾ എന്താ വരിക? 500 ഇൻറ്റു dm/dt ഈക്വൽ ടു മാസ് എത്രയാ പറഞ്ഞത്? 1000 അല്ലേ? ഇൻറ്റു ആക്സിലറേഷൻ 20, ജീൻ്റെ വാല്യൂ 10. അപ്പോൾ ഈ 500ഉം 1000 കൂടെ കട്ട് ചെയ്താൽ 2 വരും. അപ്പോൾ dm/dt എത്രയാ? മാസ് ബേൺ ചെയ്യുന്ന ഇത് ഗ്യാസ് ബേൺ ചെയ്യുന്ന റേറ്റ് എത്രയാ? 2 × 30 60 kg/s ആയിരിക്കും. ഒരു സെക്കൻഡിൽ 60 കിലോഗ്രാം ഫ്യൂവലായിരിക്കും കത്തിത്തീരുന്നുണ്ടാവുക. ഒരു ഓപ്ഷൻ ഇല്ലേ നോക്ക്? 60 ഇല്ലേ? അതാ 60 kg/s. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? സാരംഗ്. ഓക്കെ, നേരത്തെ ഒരു മിസ്റ്റർ ബീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. മിസ്റ്റർ ബീൻ, സയനൈഡ്. ആവു, പേരുകളൊക്കെ അടിപൊളിയാണല്ലോടാ. അടുത്ത് നോക്കാം. യെസ്, എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 3.2 മീറ്റർ. ഓക്കെ, ഇവിടെ തന്നിട്ട് ഇത് ശരിക്കും NCERT-യിലുള്ളൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 3.2 മീറ്റർ. ഇത് യങ്സ് മോഡുലസ് ആണിത്. സ്റ്റീലിൻ്റെ YS എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്. ആൻഡ് എ കോപ്പർ വയർ ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കോപ്പറിൻ്റെ
എന്ത് തന്നിട്ടുണ്ട്? യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. എന്നിട്ട് ബോത്ത് ഓഫ് റേഡിയസ് ഇത് തന്നിട്ടുണ്ട്. ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് എന്ന് വെച്ചാൽ ഒരു വയറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മറ്റേ വയർ ഇങ്ങനെ എൻഡ് ടു എൻഡ് ആയിട്ട് സീരീസിൽ ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ. വെൻ സ്ട്രെച്ച്ഡ് ബൈ എ ലോഡ് ദി നെറ്റ് ഇലോങ്ങേഷൻ ഈസ് ഫൗണ്ട് ടു ബി 1.4 millimeter. ഇവിടെ പറഞ്ഞ റേഡിയസും 1.4 millimeter ആണ്, ടോട്ടൽ ഇലോങ്ങേഷനും 1.4 millimeter ആണ്. ദി ലോഡ് അപ്ലൈഡ് ഇൻ ന്യൂട്ടൺ വിൽ ബി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മളെടുത്ത് 2 കേബിൾ ഉണ്ട് ശരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സീലിംഗ് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു കേബിൾ, അതിൻ്റെ മുകളിൽ അടുത്ത കേബിൾ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? ലോഡ് വെച്ചു, വെയിറ്റ്. അപ്പോൾ 2 വയറിനും ആ വെയിറ്റ് കിട്ടുന്നുണ്ടാവും അല്ലേ? അപ്പോൾ രണ്ടാളുടെ ലോഡ് സെയിമാ, രണ്ടാളും റേഡിയസും സെയിമാണ്, അപ്പോൾ രണ്ടാളും ഏരിയ ഒക്കെ സെയിം ആണെന്ന് അർത്ഥം. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആദ്യത്തെ ആൾ കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്യും, രണ്ടാമത്തെ ആളും കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 ഇലോങ്ങേഷനും കൂടി ആദ്യത്തെ ആളത്തെ ഒരു ഡെൽറ്റ L1 രണ്ടാമത്തെ ആളത്തെ ഒരു ഡെൽറ്റ L2 ആണെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തതായിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇലോങ്ങേഷൻ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കോ. ടോട്ടൽ ഇലോങ്ങേഷൻ ആയിട്ടുള്ള ഡെൽറ്റ L എങ്ങനെ കിട്ടുന്നതാ? ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 ആയിരിക്കും ഡെൽറ്റ L. ഓക്കെ. ഇനി ഇലോങ്ങേഷൻ എങ്ങനെയാണ് കിട്ടാറുള്ളത്? ചേഞ്ച് ഇൻ ലെങ്ത് is equal to FL/AY. ഇതല്ലേ ഉണ്ടാവുക യങ്സ് മോഡുലസ് ഒക്കെ വരുന്ന റിലേഷൻ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ആദ്യത്തെ ആളത് FL/AY. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ഓരോരുത്തർക്കും മാറ്റേണ്ട, യങ്സ് മോഡുലസ് മാറ്റേണ്ട. പക്ഷേ ഫോഴ്സ് രണ്ടാൾക്കും സെയിം, ഒരേ ലോഡാണ് രണ്ടുമൂലം കുടുങ്ങി കിടക്കുക. അതേപോലെ രണ്ടാൾ റേഡിയസ് ഈക്വൽ ആൻഡ് ഏരിയയും സെയിം ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പൈൻ്റെ വാല്യൂ ഒക്കെ 22/7 എടുക്കണം എന്നൊക്കെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കാം അടുത്ത്. FL/AY2 ഈക്വൽ ടു ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ അല്ല കേട്ടോ. യെസ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇവിടുന്ന് F/A പുറത്തെടുക്കുക. അപ്പോൾ F/A ഇൻറ്റു L1/Y1 പ്ലസ് L2/Y2 ഈക്വൽ ടു ഡെൽറ്റ L. അപ്പം എന്താ ഉള്ളത്? ഫോഴ്സാണ് നമുക്ക് വേണ്ടത്, ഈ ലോഡാണ് നമുക്ക് കിട്ടേണ്ടത്. ഏരിയ ഇൻറ്റു ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L1/Y1 പ്ലസ് L2/Y2. ഇതിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യെസ്. അതിനകത്തോട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കാം. വാല്യൂസ് കൊടുക്കാം. F is equal to ഏരിയ എങ്ങനെ കിട്ടും? പൈ r², പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ് പറഞ്ഞാൽ 1.4 millimeter അല്ലേ? 10⁻³ സ്ക്വയർ ഒക്കെ വരും. ഇൻറ്റു ഡെൽറ്റ L എത്രയാ? അതും 1.4 millimeter തന്നെ. അപ്പോൾ വീണ്ടും വരും ഇത് ഡിവൈഡഡ് ബൈ, ഇനി നോക്കാലോ, L1 ആദ്യത്തെ ആളുടെ ലെങ്ത് എത്രയാ പറഞ്ഞത്? 3.2 meter. ഓക്കെ. അയാളുടെ y വാല്യൂ പറഞ്ഞിട്ടുണ്ട് 2 × 10⁻11, 2 × 10⁻11 പ്ലസ് അടുത്ത ആളത്തെ എത്രയാ നോക്ക്? L2/Y2 എഴുതാൻ 4.4ഉം 1.1ഉം 4.4/1.1 × 10⁻11 റെഡി ആവുമല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഈ പൈൻ്റെ വാല്യൂ ശരിക്കും 22/7 ആണ്. അപ്പോൾ നോക്കാം നമുക്ക്. പൈൻ്റെ വാല്യൂ 22/7 ഇൻറ്റു 1.4ൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1.4 × 1.4 × 1.4 വീണ്ടും വരുന്നുണ്ട്. റെഡി അല്ലേ? ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് 2 വട്ടം, ഇവിടെ ഒരു 1.4ഉം. ഇത് 10⁻6, ഇത് 10⁻3. അപ്പോൾ രണ്ടുകൂടെ 10⁻9 എഴുതിയാൽ മതി. റെഡി അല്ലേ? ഇനി നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 1.6 ആവും, ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 4 ആവും. അപ്പോൾ താഴെ എന്താ ഉള്ളത് ശരിക്ക്? 1.6 × 10⁻11 പ്ലസ് 4 × 10⁻11 ആണിത്. ആ രണ്ടുകൂടെ നേരെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിലുള്ള 22 × 1.4 × 1.4 × 1.4 × 10⁻9 ഡിവൈഡഡ് ബൈ താഴെ 7 × 1.6 + 4 എത്ര? 5.6 × 10⁻11. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ. ഇപ്പം എന്തൊക്കെയാണുള്ളത്? 22 ഇൻറ്റു എടാ ഇത് രണ്ടും ഇല്ലേ? ഇത് രണ്ടും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 10⁻9 അപ്പോൾ മുകളിലേക്ക് വരും 10⁻11 ആവില്ല. അപ്പോൾ 10² ബാക്കി ഉണ്ടാവേ. പിന്നെ നോക്ക് 22 × 1.4 × ശരിക്കും 1.4ഉം 5.6 കൂടെ കട്ട് ചെയ്തൂടെ? ഒരു 1.4ഉം 5.6 കൂടെ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 14 × 4 14, 28, 56 4 തവണ പോകില്ലേ? യെസ്. അപ്പം 22 × 1.4 × 1.4 × 10² എന്നായി മാറും. താഴെയോ 7 × 4 എന്നും. റെഡി അല്ലേ? പിന്നെ എന്തൊക്കെയുള്ളത് നോക്ക്.
22 ഇൻറ്റു എടാ ഞാൻ ഈ 10 സ്ക്വയർ ഉണ്ടല്ലോ 2 10 ഒരു 10 ഇതിലേക്കും കൊടുത്തു ഒരു 10 ഇതിലേക്കും കൊടുത്തു ഇതിനെ 14 ആക്കി ഇതിനെ 14 ആക്കി കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 14 ഇൻറ്റു 14 എഴുതാം. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 4 എഴുതാം. അപ്പോൾ 7 കട്ട് ചെയ്തോ അവിടെ എത്ര വരും 2. റെഡി അല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്തോ അവിടെ എത്ര വരും 2. ക്ലിയർ ആണോ നോക്ക്. ഇവിടെ 2 ഇതായിട്ട് കട്ട് ചെയ്ത 11. അപ്പോൾ 11 ഇൻറ്റു 14 അപ്പോൾ 140 14 154 154 ആൻസർ ഉണ്ടോ നോക്ക്. 154. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. കാൽക്കുലേഷൻ അത് നിങ്ങൾ സ്പീഡ് ആക്കണം ശരിക്കും. കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ സ്പീഡ് ആവുന്നതാണ്. നിങ്ങൾ സ്പീഡ് ആക്കണം. കാൽക്കുലേഷൻ ശരിക്കും അറിയണം. കാൽക്കുലേഷൻ തെറ്റിയാൽ പോയി. റെഡിയാണോ? റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ. ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റോപ്പ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് ബൈ എ ക്രെയിൻ ഈസ് 2.5 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. ഒരു ക്രെയിനിൽ സാധനങ്ങൾ ഇങ്ങനെ പൊക്കാൻ ഉപയോഗിക്കുന്ന ഒരു റോപ്പ് ഉണ്ട്. അതിൻ്റെ ഏരിയ ആണ് ഈ തന്നിട്ടുള്ളത്. ദി മാക്സിമം ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി ക്രെയിൻ ഈസ് 10 മെട്രിക് ടൺ. 10 ടണ്ണാണ് ഇതുകൊണ്ട് പൊക്കാൻ പറ്റുക. ടു ഇൻക്രീസ് ദി ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി ക്രെയിൻ ടു 25 മെട്രിക് ടൺസ് ദി റിക്വയർഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റോപ്പ് ഷുഡ് ബി. നമ്മളൊരു മെറ്റീരിയൽ കൊണ്ടൊരു വയറുണ്ടാക്കി ആ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ആ റോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൊക്കുക. ആദ്യം നമുക്ക് 10 ടണ്ണ് പൊക്കാൻ പറ്റും. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25 ടണ്ണ് പൊക്കണമെങ്കിൽ എത്ര ഏരിയ ഉണ്ടായാലാണ് പറ്റുക എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമുക്കിവിടെ വരുന്നത് ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്. മാക്സിമം സ്ട്രെസ് വരുമല്ലോ, പൊട്ടുന്ന ഒരു സ്ട്രെസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ബ്രേക്കിംഗ് സ്ട്രെസ്. ബ്രേക്കിംഗ് സ്ട്രെസ് കോൺസ്റ്റൻ്റാണ്. ബ്രേക്കിംഗ് സ്ട്രെസ് അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എടുക്കാം. കാരണം ഒരേ മെറ്റീരിയൽ കൊണ്ടുള്ള വയറുകളായിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാക്കുക കേബിൾ ഉണ്ടാക്കുമ്പോൾ. അതുകൊണ്ട് ബ്രേക്കിംഗ് സ്ട്രെസ് എങ്ങനെ കിട്ടും? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ F1/A1 is equal to F2/A2 എന്ന് എഴുതിയാൽ മതി. നമുക്ക് കിട്ടേണ്ടത് A2 ആണ്. അപ്പോൾ A2 is equal to F2/F1 ഇൻറ്റു A1 ആ വരിക. F2 എന്ന് പറഞ്ഞാൽ രണ്ടാമത് പൊക്കേണ്ടത് 25 ടണ്ണ്, ആദ്യം പൊക്കേണ്ടതോ 10 ടണ്ണ്. ആദ്യമുള്ള ഏരിയ എത്രയാ? 2.5 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോന്ന് 25/10 2.5 ഇൻറ്റു 2.5 വരും. 2.5 ഇൻറ്റു 2.5 25ൻ്റെ സ്ക്വയർ 6.625 അല്ല. അപ്പോൾ 6.25 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ. 6.25 വരുന്നൊരു ആൻസർ ഇല്ല നോക്ക്. യെസ്, ഓപ്ഷൻ എ 6.25 ഇൻറ്റു 10⁻⁻⁴. ഇവിടെ ജസ്റ്റ് സ്ട്രെസ് മാത്രമേ, വളരെ ചെറിയ കാൽക്കുലേഷനുള്ളൂ ഇതിൽ. സ്ട്രെസ് ബ്രേക്കിംഗ് സ്ട്രെസ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക ചെയ്യുക. കാരണം നമ്മൾ വയറുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽ വേറെ എന്നൊക്കെ ക്വസ്റ്റിൽ പ്രത്യേകം പറയണം. ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയുള്ള 2 കേബിളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ മെറ്റീരിയലിനും അതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. റെഡിയാണോ? അടുത്ത പറയാലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയാലോ? ക്ലിയർ ആണെങ്കിലൊന്ന് പറയണേ. ക്ലിയർ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. യെസ്, ചാറ്റിലൊന്ന് കമൻറ്റ് ചെയ്യണത്. 2 steel wires having same length are suspended from a ceiling under the same load. 2 സ്റ്റീൽ വയർ ഉണ്ട്, രണ്ടിനും സെയിം ലെങ്ത് ആണ്. അത് രണ്ടും സീലിംഗിൽ നിന്ന് ഇങ്ങനെ ഒരേ ലോഡ് കൊടുത്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ട് ഒരേ ലോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ദി റേഷ്യോ ഓഫ് ദെയർ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഈസ് 1:4 ദി റേഷ്യോ ഓഫ് ദെയർ ഡയമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കേബിൾ ഇങ്ങനെ വെച്ചു. നമുക്കൊരു കേബിൾ ഇങ്ങനെ സീലിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മുകളിൽ നമ്മൾ ലോഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു, പെർ യൂണിറ്റ് വോളിയം ആണ് കേട്ടോ, പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അറിയാലോ, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ആ വയറിങ് എലോങ്ങേറ്റ് ആകുമ്പോൾ അതിൽ സ്റ്റോർ ആവുന്ന പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഇത് നമുക്കറിയാലോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്? യങ്സ് മോഡുലസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിൻ വരുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സ്ട്രെസ് ബൈ വൈ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ബൈ വൈ, അപ്പോൾ സ്ട്രെസ് സ്ക്വയർ ബൈ വൈ എന്നായിക്കോളും.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ ഹാഫും വൈയും കോൺസ്റ്റൻ്റ് അല്ലേ? കാരണം രണ്ട് സ്റ്റീൽ വയറിനും ഒരേ മെറ്റീരിയലാണ്, രണ്ട് സ്റ്റീൽ വയറാണ്. അപ്പോൾ രണ്ടിനും ഒരേ വൈ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലോ, പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ യു എന്ന് കൊടുക്കട്ടോ. യു പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഫോഴ്സ് ബൈ ഏരിയൻ്റെ സ്ക്വയർ ആണ്. അതിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ രണ്ടിനും ഒരേ ലോഡാണ് കൊടുത്തത്. അപ്പോൾ ഇതും കോൺസ്റ്റൻ്റാ. പിന്നെ എന്തിന് പ്രൊപ്പോർഷണലായി? അപ്പോൾ യു പ്രൊപ്പോർഷണൽ ടു 1/a² ആണ്. ഈ ഏരിയ എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് എന്ത് കൊടുക്കാം? ഏരിയ എന്ന് പറയുന്നത് πr² എന്നോ അല്ലെങ്കിൽ പൈ ഡയമീറ്റർ വെച്ചിട്ട് പറയുന്നത് d/2ൻ്റെ സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ πd²/4 എന്ന് എഴുതാം ഡയമീറ്റർ വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ 1/d²ൻ്റെ സ്ക്വയർ, അപ്പോൾ d⁴ ആവില്ലേ, a² ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ u1/u2 is equal to d2/d1 ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് വേണ്ട d1/d2 ആണ്. ഒരേ തന്ന അതേ ഓർഡറിൽ എടുക്കണ്ടേ? 4 ഈക്വൽ ടു u2/u1. ഈ പൊട്ടൻഷ്യൽ എനർജിൻ്റെ റേഷ്യോ അവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 1:4 ആണ് u1:u2. റെഡി അല്ലേ? 1:2, 1:4. അപ്പോൾ ഇവിടെ എന്തായി മാറും? ഇത് 4 ആയി മാറൂലേ? 4/1 ആയി മാറൂലേ? 4/1. ഇനി എന്താ വേണ്ടത്? 4/1 വരുമ്പം d1/d2 ആണിത്. അപ്പോൾ 4⁴. അപ്പോൾ ഇതെങ്ങനെ എടുക്കുക നമ്മൾ? 4 എന്ന് പറഞ്ഞാൽ 2², അപ്പം 2⁻² ആയി മാറും. 2⁻² എന്ന് പറഞ്ഞാൽ √2 അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക? √2:1. ഇങ്ങനെ ആൻസർ ഉണ്ടാവുമല്ലോ, √2:1. ഇതാ ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. റെഡിയാണോ നോക്ക്. √2:1. യെസ് സാർ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സബ്മറൈൻ experiences a pressure of 5.05 into 10⁻⁶ Pascal at a depth of d1 in the sea. When it goes further to a depth of d2, it experiences a pressure of 8.08 into 10⁻⁶ Pascal. Then d2 minus d1 is approximately. Density of water 10⁻³ എടുക്കുക, 1000 എടുക്കുക. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയടാ, ഒരു ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഇത് സീ ലെവലാണെങ്കിൽ, സീൻ്റെ ലെവലാണെങ്കിൽ, ഇതിലിങ്ങനെ ഒരു ഡെപ്ത് ഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HρG അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ആദ്യത്തെ പ്രഷർ എത്ര ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് P0 പ്ലസ് ആദ്യത്തെ ഡെപ്ത് d1 ആണ്, d1ρg. ഇതിൻ്റെ വാല്യൂ ആണ് അതിൽ തന്നിട്ടുള്ളത്. എന്ത്? 3.03 into 10⁻⁶ എന്നല്ലേ? 3.03, സോറി 5.05 അല്ലേ? 5.05 into 10⁻⁶. 5.05 into 10⁻⁶ ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. യെസ്. അതേപോലെ രണ്ടാമത്തെ കേസിൽ P0 പ്ലസ് d2ρg ഈക്വൽ ടു 8.08 into 10⁻⁶. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ മൈനസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യണേ. അപ്പോൾ എന്താ ഉണ്ടാവുക? അതല്ലേ വലുത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ P0 കട്ടായി പോകും. ബാക്കിയുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ d2ρg മൈനസ് d1ρg ഈക്വൽ ടു 3.03 into 10⁻⁶ എന്നാവും അല്ലേ? 8.08 എന്ന് 5.05 മൈനസ് ചെയ്താൽ ഇങ്ങനെയല്ലേ വരിക? ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ ρgനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ d2 മൈനസ് d1 ഈക്വൽ ടു 3.03 into 10⁻⁶. അപ്പോൾ d2 മൈനസ് d1 കിട്ടൂല. d2 മൈനസ് d1 is equal to 3.03 into 10⁻⁶ divided by ρg. റോൻ്റെ വാല്യൂ 10⁻3, ജിൻ്റെ വാല്യൂ 10. അപ്പോൾ ഈ 10⁻4 അങ്ങ് കട്ട് ചെയ്ത് അവിടെ സ്ക്വയർ വരൂലേ? അപ്പോൾ 3.03 into 10² എന്ന് പറഞ്ഞാൽ 100. അപ്പം 303 ആണ് വരേണ്ട ആൻസർ. ഇവിടെ എത്രയാണുള്ളത്? അപ്രോക്സിമേറ്റ്ലി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 300 ഉണ്ട്. ഇതാ ഓപ്ഷൻ എ. ക്ലിയർ ആണോ? റെഡി ആവുമല്ലോ? നോക്കണേ. യെസ്. റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങനെ വായിച്ചോ.
കൺസിഡർ എ വാട്ടർ ജാർ. കൺസിഡർ എ വാട്ടർ ജാർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ ഒരു ജാർ ഉണ്ട്, അതൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കുക. റെഡി? അതൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ്. എന്നിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ, എന്തൊക്കെയാണ് പറയുന്നത് നോക്ക്. ഇങ്ങനെയുള്ള ഒരു ടാങ്കാണ്, ഒരു ജാറാണ്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എന്നിട്ട് അതിനകത്ത് എന്താ പറയുന്നത് നോക്ക്, എന്താ അതിനകത്ത് പറയുന്നത് നോക്ക്. ഇതിനകത്ത് പറയുന്നത് ഇതിന് ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് ആണ്, ഇത് വാട്ടർ നിൽക്കുന്ന ഹൈറ്റ്. ഓക്കെ, കൺസിഡർ എ വാട്ടർ ജാർ ഓഫ് റേഡിയസ് ആർ ദാറ്റ് ഹാസ് വാട്ടർ ഫിൽഡ് അപ് ടു എ ഹൈറ്റ് എച്ച്, വെള്ളം ഫില്ല് ചെയ്ത ക്യാപിറ്റൽ എച്ച് വരെ, ആൻഡ് ഈസ് കെപ്റ്റ് ഓൺ എ സ്റ്റാൻഡ് ഓഫ് ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ച്. ഇങ്ങനെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ, സ്റ്റാൻഡ് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ ഇതൊരു സ്റ്റാൻഡിൻ്റെ മുകളിലാണെന്ന് വിചാരിച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. ഓക്കെ, ത്രൂ എ ഹോൾ ഓഫ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ, അതായത് ഈ പാത്രത്തിൻ്റെ താഴെ, ഇവിടെ ഞാൻ 2R എന്ന് കാണിച്ചു വെച്ചതിൻ്റെ ഡയമീറ്ററാണ്, അതിൻ്റെ ഡയമീറ്റർ ആണ് എന്ത് 2R, അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ. ആ ആറ് ഭയങ്കര ചെറുതാണ്. അറ്റ് ഇറ്റ്സ് ബോട്ടം ദി വാട്ടർ ലീക്സ് ഔട്ട് ആൻഡ് ദി സ്ട്രീം ഓഫ് വാട്ടർ കമ്മിങ് ഡൗൺ ടുവേർഡ്സ് ദി ഗ്രൗണ്ട് ഹാസ് എ ഷേപ്പ് ലൈക്ക് എ ഫണൽ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ ഇതിലൂടെ വരുന്ന വെള്ളം എന്താവും, ഇങ്ങനെ ഒരു ഫണൽ പോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, ടാപ്പ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് റേഡിയസ് ഓഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് വാട്ടർ സ്ട്രീം വെൻ ഇറ്റ് ഈസ് ദി ഗ്രൗണ്ട് ഈസ് എക്സ്. ഇവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് എന്തായി മാറി, എക്സ് ആയി മാറി. ഇവിടെ കാണിച്ചു വെച്ച ഡയമീറ്റർ ആണ്, അതുകൊണ്ട് 2x എഴുതുന്നത്. അവിടെ റേഡിയസ് എത്രയാണ്, എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സും ആറും എച്ചൊക്കെ ഉള്ള റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾക്ക് അറിയാലോ, എന്ത് ടോറിസലി തിയറം വെച്ചിട്ട് ഇവിടുന്ന് താഴോട്ട് വരുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതായത് വെള്ളത്തിൽ എച്ച് ഡെപ്തിലൊരു നിങ്ങൾ ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh ഉണ്ടാവാറുള്ളത്. എച്ച് എന്താ, ഈ ഡെപ്ത്, ഇവിടെ അത് ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ അവിടുന്ന് പുറത്തോട്ട് വരുന്നൊരു വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റി √2gh ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ആലോചിക്കണ്ടേ, എടാ ഈ ഇത്രയും ഏരിയ ഉള്ള ഒരു സ്ഥലത്ത് വെള്ളം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ആവാനുള്ള കാരണം, ഇവിടെ നിന്നും താഴോട്ട് വരുമ്പം ഗ്രാവിറ്റി കാരണം വെലോസിറ്റി അങ്ങ് കൂടും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം A1V1 = A2V2 ആവണ്ടേ? അപ്പോൾ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഏരിയ കുറയണം. അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവാ, അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറവ്, അപ്പോൾ ഏരിയ കൂടുതൽ. ഇവിടെ വെലോസിറ്റി കൂടുതൽ, അപ്പോൾ ഏരിയ കുറവ്. അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ആ വെലോസിറ്റികളാണ് കിട്ടേണ്ടത്. ആദ്യത്തെ ഇനീഷ്യൽ ഇവിടെ നിന്നുള്ള വെലോസിറ്റി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ √2gh. അവിടുത്തെ ഏരിയ എത്രയാ, πr². ഇനി താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കിട്ടണം v2 എത്രയാണെന്ന് അറിഞ്ഞൂടാ, അവിടുത്തെ ഏരിയ അറിയാം, π × x². അതൊക്കെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, x ആണെന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് എങ്ങനെയാ വെലോസിറ്റി കിട്ടുക? നമുക്കൊരു കാര്യം ചെയ്യാം, മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ലേ, അപ്പോൾ v² = u² + 2as ഉപയോഗിക്കാം. ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടേണ്ടത് v2², ഇനീഷ്യൽ വെലോസിറ്റി v1. ആക്സിലറേഷൻ എത്ര, g അല്ലേ ഉണ്ടാവുക. എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എച്ച്. നോക്ക്, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടെ u, അതാണ് നമ്മുടെ ഈ v1. റെഡി അല്ലേ? v² = u² + 2as. ആക്സിലറേഷൻ g ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് h ആണ്. അപ്പോൾ ഇവിടുന്ന് v2ൻ്റെ വാല്യൂ എത്ര കിട്ടും, √v1² + 2gh. എടാ v1² എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് v1നെ സ്ക്വയർ ചെയ്ത് നോക്കിയതാ, v1 സ്ക്വയർ ചെയ്ത് നോക്കി 2gh. 2g ക്യാപിറ്റൽ ലെറ്റർ h ആണ് കേട്ടോ, + 2g സ്മോൾ ലെറ്റർ h. ഇവിടെ എഴുതിയത് മാറിയിട്ടുണ്ടേ, ഇവിടെ എഴുതിയത് മാറിയിട്ടുണ്ട്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ h ആണ് എഴുതുന്നത്. റെഡി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, v2 കിട്ടി. ഇനി നമുക്ക് എഴുതാലോ, A1V1 = A2V2. A1 എന്താ കിട്ടിയത്, πr². അവിടെയുള്ള v1 എന്തായിരുന്നു, √2g ക്യാപിറ്റൽ ലെറ്റർ h. A2 എന്താ, πx². അവിടുത്തെ വെലോസിറ്റിയോ 2g × h + h. ഇങ്ങനെയല്ലേ കിട്ടിയേ? യെസ്. ഒരു കാര്യം ചെയ്യാം, പൈ കട്ട് ചെയ്യാം, ബാക്കി ഇനി ആ റൂട്ട് പോകണം, കാരണം ആൻസറിൽ റൂട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ r⁴ × 2gh, റൂട്ട് പോവും, = x⁴ × 2g × h + h. എന്ത് പോയി, ആ റൂട്ട് അങ്ങ് പോയി. അപ്പോൾ 2g കട്ട് ചെയ്യാലോ, ബാക്കി x⁴ = r⁴h/h + h. അപ്പോൾ നമ്മൾ x എടുക്കണമെങ്കിൽ raised to 1/4 എടുക്കണ്ട, അപ്പോൾ
R into H by H plus H raised to 1/4. ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലേ നോക്ക്. സാരംഗ് ഓപ്ഷൻ എ ആണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണോ അത്? യെസ്, ദെൻ ആൻസർ H by H plus H raised to 1/4. raised to 1/4 വരുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? ക്ലിയർ ആണോ? കിട്ടിയവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കിട്ടിയ ആൾക്കാരൊന്ന് പറയണം. കിട്ടിയ ആളുകൾ പറയണം. ഓക്കെ, റെഡി. അടുത്ത ദിവസം നോക്കാലോ. യെസ്, അടുത്ത ദിവസം നോക്ക്. എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് r acquires a terminal velocity v1 when falling due to gravity through a viscous fluid having a coefficient of viscosity eta. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ആണ്. ആദ്യമുള്ള ടെർമിനൽ വെലോസിറ്റി v1 ആണ്. ഓക്കെ, ദിസ് സ്ഫിയർ ഈസ് ബ്രോക്കൺ ഇൻ ടു 27 ഐഡൻറ്റിക്കൽ സോളിഡ് സ്ഫിയേഴ്സ്. ഇഫ് ഈച്ച് ഓഫ് ദീസ് സ്ഫിയേഴ്സ് അക്വയർസ് എ ടെർമിനൽ വെലോസിറ്റി v2 when falling through the same fluid, അങ്ങനെയാണെങ്കിൽ v1/v2 എത്രയെന്നാണ് കിട്ടേണ്ടത്. ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ അറിയാലോ. ടെർമിനൽ വെലോസിറ്റി എങ്ങനെയാണ് കിട്ടുക? v is equal to 2/9 eta r² into d minus rho into g. ഇങ്ങനെയല്ലേ വരിക? അതായത് ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ബോഡി r റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ താഴോട്ട് v വെലോസിറ്റിയിൽ വരികയാണെങ്കിൽ ഈ സ്ഫിയറിൻ്റെ ഡെൻസിറ്റിയാണ് d, ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. എല്ലാ ടേമും അതിലേ നോക്കുക. ഈറ്റ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സ്ഫിയർ, ഡെൻസിറ്റി ഓഫ് സ്ഫിയർ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഓക്കെ, ഇങ്ങനെയാണ് എന്തുണ്ടാവാറുള്ളത്? ടെർമിനൽ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവുക. ഇതിനകത്ത് 2 കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താ? രണ്ടിലും 2 എന്നല്ലേ എഴുതുക. ഞാനും അതുപോലെ തന്നെ രണ്ടിലും കട്ടായി പോകാം. കോൺസ്റ്റൻ്റ് അത് പിന്നെ നോക്കണ്ട. ഇവിടെ ഈറ്റയും കോൺസ്റ്റൻ്റാണ്. കാരണം രണ്ടും ഒരേ ലിക്വിഡിലാണ് പോകുന്നത്. അപ്പോൾ രണ്ടിലും സെയിം ആയിട്ടല്ലേ പോകില്ലേ അത്. പിന്നെന്താ ഉള്ളത്? റേഡിയസ് മാറുന്നുണ്ട്. കാരണം ആദ്യത്തെ സ്ഫിയർ നമ്മൾ 27 സ്ഫിയറായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്തായാലും മാറും. പിന്നെ വരേണ്ട ജി, ഡി, റോ ഇതൊന്നും മാറൂല. കാരണം സ്ഫിയറിൻ്റെ ഡെൻസിറ്റി മാറൂല, ജീൻ്റെ വാല്യൂ മാറൂല, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി മാറൂല. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് v പ്രൊപ്പോർഷണൽ ടു r² എന്നാണ് റിലേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റേഡിയസുകൾ കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ഫിയർ ഉണ്ടായിരുന്നു, ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തിട്ട് 27 ചെറിയ സ്ഫിയറുകളാക്കി മാറ്റി. ഇതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിൽ വലിയ സ്ഫിയർ 27 കട്ട് ചെയ്യുമ്പം അവിടെ എന്താ ശരിക്കും കൺസേർവ്ഡ് ആവുക? വോള്യമാണ് ശരിക്കും കൺസേർവ്ഡ് ആയി വരിക. വോള്യം കൺസേർവ് ചെയ്യുമ്പം വലിയതിൻ്റെ വോള്യം എത്രയാ? 4/3 πr³. ചെറുതിൻ്റെ വോള്യം 27 into 4/3 πr³. 4/3 π 4/3 π കട്ടാവും. ക്യൂബ് റൂട്ട് എടുത്താൽ ക്യാപിറ്റൽ ലെറ്റർ r is equal to 3 into സ്മോൾ ലെറ്റർ r എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ വെലോസിറ്റിയുടെ ഉപയോഗിക്കാം. v1/v2 ഈ റേഷ്യോ അല്ലേ ചോദിച്ചത്? v1/v2ൻ്റെ വാല്യൂ അല്ലേ ചോദിച്ചത്? യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണോ? അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ r1² r1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ r ആണ്, ആദ്യമുള്ള റേഡിയസ്. രണ്ടാമത്തെ സ്മോൾ ലെറ്റർ r ആണ്. അത് തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ. ക്യാപിറ്റൽ ലെറ്റർ r എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3r. അപ്പോൾ 3r/r². അപ്പോൾ r ക്യാൻസൽ ചെയ്താൽ 9 ആണ് ആൻസർ വരേണ്ടത്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. 9 എന്ന് പറഞ്ഞാൽ യെസ്, ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ്, ഓപ്ഷൻ എ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആൻസർ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 9 എന്ന ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അടുത്ത നോക്കാലോ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദി റേഷ്യോ ഓഫ് സർഫസ് ടെൻഷൻസ് ഓഫ് മെർക്കുറി ആൻഡ് വാട്ടർ. രണ്ട് ലിക്വിഡിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് മെർക്കുറി, ഒന്ന് വാട്ടറും. ഈസ് ഗിവൺ ടു ബി 7.5. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം മെർക്കുറിയെ പറ്റിയിട്ടാണ് പറയുന്നത്, പിന്നെ വാട്ടറിനെ പറ്റിയിട്ട്. അപ്പോൾ ഒന്നാമത്തേത് മെർക്കുറി, രണ്ടാമത്തെ വാട്ടർ ആയിട്ട് എടുത്തു കേട്ടോ. അതിൻ്റെ സർഫസ് ടെൻഷൻ്റെ റേഷ്യോ, അതായത് S1/S2 ആയിക്കോട്ടെ, അതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് 7.5. 7.5 എന്ന് പറയുമ്പോൾ 15/2 എന്ന് എഴുതാലോ. വൈൽ ദി റേഷ്യോ ഓഫ് ദർ ഡെൻസിറ്റീസ് ρ1/ρ2ൻ്റെ വാല്യൂ എത്രയാണ്? 13.6.
their contact angles with glass are close to 135 degree. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒക്കെയാണ് വരുന്നത്, കോണ്ടാക്ട് ആംഗിൾ. അപ്പോൾ ഇത് സർഫസ് ടെൻഷൻ ആണ് ശരിക്കും അല്ലേ ഫ്ലൂയിഡ്സിൽ. ഈ മാത്രമല്ല ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നത്? θ1 135 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, θ2 0 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് mercury gets depressed by an amount h in a capillary tube of radius r1. Okay, while water rises by the same amount h in a capillary tube of radius r2. അങ്ങനെയാണെങ്കിൽ റേഷ്യോ r1 by r2 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇതിൽ മെർക്കുറി എപ്പോഴും കാപ്പിലറി ഫോളാ കാണിക്കുക, വാട്ടറോ കാപ്പിലറി റൈസും ഗ്ലാസ്സിൽ വെക്കുന്ന സമയത്ത്. അപ്പോൾ മെർക്കുറിക്ക് ഉണ്ടായ ഫോളും വാട്ടറിനുണ്ടായ റൈസും എന്താണ്? സെയിം ആണ്. അതിന് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ഏതിന്? നമ്മൾ പറയുന്ന കാപ്പിലറി റൈസിന് h is equal to 2s cos theta by r rho g. റെഡി അല്ലേ? എന്തായാലും 2 കോൺസ്റ്റൻ്റ് ആണ്, g കോൺസ്റ്റൻ്റ് ആണ്, ബാക്കിയെല്ലാം മാറ്റുണ്ട്. നമ്മളോട് പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെയും h സെയിം ആണെന്നാ. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? ആദ്യത്തെ ആളത് 2s cos theta by r rho g, 2s cos theta by r rho g. എന്നിട്ട് നോക്കിയാൽ മതി ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി. 2 കട്ട് ചെയ്യാൻ പറ്റും, പിന്നെ g കട്ട് ചെയ്യാൻ പറ്റും, ബാക്കിയൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം s1 s2 മാറ്റുണ്ട്, θ1 θ2 മാറ്റുണ്ട്, റേഡിയസ് ഓഫ് ട്യൂബ് മാറ്റുണ്ട്, ഡെൻസിറ്റിയും മാറ്റുണ്ട്. റെഡി അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? r1 by r2. അപ്പോൾ ഇവിടുന്ന് r1 by r2 ഉണ്ടാക്കാം. r1 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ r1 by r2 ആവില്ലേ? r1 by r2 is equal to, ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ s1 by s2 ഇൻറ്റു cos θ1 by cos θ2 ഇൻറ്റു r2 by r1. ഇങ്ങനെയല്ലേ വരിക? നോക്ക്, r2 by r1 അല്ല, സോറി r2 അല്ല, റോ 2 by റോ 1, റോ 2 by റോ 1. ഇങ്ങനെയല്ലേ വരിക? നോക്ക്, 3 ടേംസ് ആയി. നോക്ക്, ഞാൻ ഈ r1 ഇങ്ങോട്ടുണ്ട്, അപ്പോൾ r1 by r2 ആയി. ഇവിടെ s1 ഉണ്ട്, s2 ഇങ്ങോട്ട് വരുമ്പോൾ s1 by s2. cos θ1 ഇവിടെ ഉണ്ട്, അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ cos θ1 by cos θ2. പിന്നെ റോ 2 ഇല്ലേ? റോ 2 ഇങ്ങോട്ട് പോകുമ്പോൾ റോ 2 by റോ 1 ആയി മാറും, റോ 2 by റോ 1. ഇനി ഇതിനകത്ത് വാല്യൂ എടുക്കാമല്ലോ. s1 by s2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. s1 by s2ൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്ന 15/2 എന്നാണ്, 7.5. cos θ1 by cos θ2. cos θ1 എത്രയാണ് നിങ്ങൾക്ക്? cos 135 എത്രയാ? -1/√2 ആണ്. പക്ഷെ മൈനസ് നമ്മളിവിടെ പരിഗണിക്കണ്ട, കാരണം അത് ഫോള് റൈസ് നെഗറ്റീവ് വരാനുള്ള കാരണം കാപ്പിലറി ഫോൾ ആയതുകൊണ്ടാണ്. ഇനിയോ cos θ2 വേണം. θ2ൻ്റെ വാല്യൂ 0 ഡിഗ്രി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ cos 0ൻ്റെ വാല്യൂ എത്രയാ? 1. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് മുകളിലുള്ള 1/√2, താഴത്തിൽ വേണം, അപ്പോൾ 1/√2 എന്ന് എഴുതിയാൽ മതി. മൈനസ് കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. ഒന്ന് ഫോളും ഒന്ന് റൈസും, അതുകൊണ്ട് ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയത്. ഇൻറ്റു ഇനി റോ 2 by റോ 1 ആണ്. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഇത് റോ 1 by റോ 2. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ? റെസിപ്രോക്കൽ എത്രയാണ്? 1/13.6. റെഡിയാണോ? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു √2 കൊണ്ട് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നാൽ ഈ √2 ആയിക്കോളും. മുകളിൽ എന്താ ഉള്ളത്? 15 × √2. √2 എന്ന് പറഞ്ഞാൽ 1.414. താഴെ 2 × √2 4 × 13.6. ഇതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണുള്ളത്? 4/5, 2/5, 3/5 ഒക്കെയാണ്. ദി റേഷ്യോ r1 by r2 ഈസ് ദെൻ ക്ലോസ് ടു, ഇതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 15 × 1.4 നോക്കാം. അപ്പോൾ എത്ര വരിക? 20. ഓക്കെ, 11. ഓക്കെ, അപ്പോൾ 21 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 21. താഴെ 4 × 13.6. 13.6 × 4. 13 × 4 ആകുമ്പോൾ തന്നെ 52. അപ്പോൾ ഇത് 50യുടെ മുകളിലുള്ളൊരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം 20/50യുടെ അടുത്ത് ഏകദേശം. അപ്പോൾ ഇത് ഏകദേശം 2/5 അല്ലേ വരിക? 2/5 എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിനകത്തുണ്ടല്ലോ. ഇതാ, ഓക്കെ, റെഡിയാവോ? യെസ്, 2/5. യെസ് സാർ, എങ്ങനെ കിട്ടിയിട്ടുണ്ട്? 2/5. അടുത്ത നോക്കിയാലോ? അടുത്ത ആൻസർ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ നോക്ക്. ഇനിയുള്ളത് ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. ഇതുവരെയുള്ളതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഓപ്ഷൻസ് ഉള്ള ടൈപ്പ്. ഇനിയുള്ളത് നമ്മൾ ജസ്റ്റ് ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഞാൻ ശ്രദ്ധിച്ചിടത്തോളം
ന്യൂമറിക്കൽ ടൈപ്പാണ് ഒബ്ജക്റ്റീവിനേക്കാൾ കൂടുതൽ എളുപ്പമായിട്ട് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ആവുന്ന ഉറപ്പ് പറയല്ല, എന്നാലും കൂടുതൽ ചാൻസ് അങ്ങനെയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കലിൽ കുറച്ച് എളുപ്പമുള്ളതാണ് കാണാറുള്ളത്. MCQയിലാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലാണ് ശരിക്കും കൂടുതലും ടൈറ്റ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് കേട്ടോ. അതുകൊണ്ട് ന്യൂമറിക്കൽ ഒരിക്കലും ഒഴിവാക്കരുത്, എന്തായാലും ചെയ്തു നോക്കണം. റെഡി? ശ്രദ്ധിച്ചോ. എ സോളിഡ് സ്ഫിയർ ആൻഡ് എ സോളിഡ് സിലിണ്ടർ. സോളിഡ് സ്ഫിയർ and a solid cylinder of same mass and radius are rolling on a horizontal surface without slipping. The ratio of the radius of gyrations. ആദ്യത്തെ K എന്നാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കൊടുക്കാറുള്ളത്. ആദ്യം സ്ഫിയറിൻ്റെ പിന്നെ സിലിണ്ടറിൻ്റെ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെയാണ് കിട്ടുക? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ mk² ഈക്വൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെയാണ് കിട്ടുക? K is equal to √I/m. ആദ്യം പറയുന്നത് സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയർ ഞാൻ SS എഴുതിട്ടോ. സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാ? K is equal to √ of എത്രയാ ഉണ്ടാവാറുള്ളത്? സോളിഡ് സ്ഫിയറിന്റെ 2/5 mr² അല്ലേ, ഡിവൈഡഡ് ബൈ m. അപ്പോൾ m ക്യാൻസൽ ആവും. അപ്പോൾ റൂട്ട് 2/5 r ആയിരിക്കും വരിക. m കട്ടാവട്ടോ, r² പുറത്ത് വരും. ഇനി ഏതാ ഉള്ളത്? സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടർ ഞാൻ പറഞ്ഞു, സോളിഡ് സിലിണ്ടർ ഈസ് ഇക്വലന്റ് ടു എ ഡിസ്ക്. അപ്പോൾ ഇതിൻ്റെ K എത്രയാണ് വരിക? √ അതിൻ്റെ റോളിങ് വരുന്ന സമയത്ത് ഡിസ്കിൻ്റെത് mr²/2 അല്ലേ, mr²/2/m. അപ്പോൾ m ക്യാൻസൽ ആവും, ബാക്കി r/√2 എന്നുണ്ടാവും. അപ്പം ഇതാണ് K1, ഇതാണ് K2. ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടത്. K1/K2 ഈസ് ഈക്വൽ ടു, ഓക്കെ, സെയിം മാസ് റേഡിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ √2/5 r ഡിവൈഡഡ് ബൈ r/√2. ഓക്കെ, അപ്പോൾ r ക്യാൻസൽ ആവും. മോള് √2/√5ഉം താഴത്തുള്ള √2 മേലെ പോവും. അപ്പോൾ വരിക 2/√5. ഇനി ആൻസർ എന്താ തന്നതിനകത്ത്? 2/√x എന്നാണ് തന്നെ. അപ്പോൾ എക്സിന് പകരം ഇവിടെ ആരാ ഉള്ളത്? 5 ആണ് ആൻസർ. 5 ആണ് ആൻസർ വരേണ്ടത്. ഇതാ ഓക്കെ, 5 കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എക്സിൻ്റെ വാല്യൂ 5 ആണ് വരേണ്ടത്. ഓക്കെ, അടുത്ത നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഉള്ളത് നോക്ക്. എ ലൈറ്റ് റോപ്പ് ഈസ് വൗണ്ട് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എന്ന് കണ്ടാൽ അത് റിംഗ് ആണ് ശരിക്ക്. അപ്പോൾ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്, റിംഗ് എന്ന് ആലോചിക്കായിരിക്കും നമുക്ക് എളുപ്പട്ടോ. ഇതിൻ്റെ മുകളിലൊരു ലൈറ്റ് റോപ്പ് ഉണ്ട്, അതിങ്ങനെ ചുറ്റി വെച്ചേക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മാസ് എത്രയാ? 5 കിലോഗ്രാം. റേഡിയസ് 70 സെൻറ്റിമീറ്റർ, അതായത് 0.7 മീറ്റർ. റോപ്പ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 52.5 ന്യൂട്ടൺ. ദി ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് സിലിണ്ടർ വിൽ ബി. അപ്പോൾ ഇവിടെ കൊണ്ടായിരിക്കും ഇത് കറങ്ങുക അല്ലേ? ഓക്കെ, ഇതിൻ്റെ ആൽഫയുടെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ കിട്ടാൻ ടോർക്ക് = I∝ ചെയ്താൽ പോരെ. ഇവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? ഈ ഫോഴ്സ് ഇതാ പിടിച്ചു വലിച്ച്. ഡിസ്റ്റൻസ് എത്രയാ ഫോഴ്സിലേക്കുള്ള? ക്യാപിറ്റൽ R, റേഡിയസ്. അപ്പോൾ നോക്ക്, ഫോഴ്സ് × R = I∝. അപ്പോൾ ആൽഫ കിട്ടൂലേ? FR/I. അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ അല്ലേ? അത് നമുക്കറിയാലോ. ഇതൊരു റിങ് പോലെയല്ലേ? റിങ് വരുമ്പോൾ എന്താ ഉണ്ടാവുക? mr² × ആൽഫ. അപ്പോൾ ഒരു R കട്ടായിക്കോളും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു F/mr. ഫോഴ്സ് എത്രയാ? 52.5. മാസ് 5 കിലോഗ്രാം. റേഡിയസ് 0.7. അപ്പോൾ 52.5 ഡിവൈഡഡ് ബൈ 5 × 0.5 × 35 3.5. അപ്പോൾ 525/35 പോരെ. ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നത് 1. അപ്പോൾ 17 175. അപ്പം 15 അല്ലേ? യെസ്, 15 ആയിരിക്കും ആൻസർ വരും. 15. സിമ്പിൾ ക്വസ്റ്റ്യൻ അതൊക്കെ. സിമ്പിൾ. റെഡി അല്ലേ? യെസ്. സാർ എങ്ങനെ കിട്ടിയോ? സാറങ്ങ് ഷാഡോ ക്വീൻ കുറച്ച് ആൾക്കാരുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെയാണ്, ഗുഡ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ശരിക്കും. ഇതിലുള്ള ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് 25 ക്വസ്റ്റ്യനാണ് ഇതിനകത്തുള്ളത്. അതിനകത്തൊരു 15 ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, റെഡിയാണ്. ഓക്കെ, ചാപ്റ്ററുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവുക നിങ്ങൾ.
നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട് ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക, ബാക്കി വീക്ക് ആയിട്ടുള്ള പാർട്ടിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ സമയത്ത് കേട്ടോ. ജയ് ഇതാ വരികയാണ് 24-ാം തീയതി, അതിന് മുമ്പായിട്ട് സെറ്റ് ആക്കുകയല്ലോ. അടുത്ത് നോക്കാലോ. എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ 5x ന്യൂട്ടൺ. ഈ ഫോഴ്സ് അപ്പോൾ വാരിയബിൾ ഫോഴ്സ് ആണ്. നോക്ക്, kx എന്നൊക്കെ പറഞ്ഞ പോലെ 5x എന്നുള്ളത്. ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഇൻ മൂവിങ് ദി ബ്ലോക്ക് ഫ്രം എക്സ് ഈക്വൽ ടു 2 to x is equal to 4 meter. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. വർക്ക് ഡൺ അല്ലേ ചോദിച്ച്. വർക്ക് ഡൺ എങ്ങനെയാണ് കിട്ടുക? ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ചെയ്യേണ്ടി വരും, വാരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട്. ഇൻ്റഗ്രൽ 5x dx ചെയ്യേണ്ടി വരും. ലിമിറ്റ് എത്രയാ? 2 to 4. 5x, എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x സ്ക്വയർ വരും. ആ 2നെ ഞാൻ അവിടെ പുറത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക 2 to 4. അപ്പോൾ 5/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എടുത്താൽ 4 സ്ക്വയർ 16 മൈനസ് 2 സ്ക്വയർ 4. അപ്പോൾ എത്ര വരും? 5/2 ഇൻറ്റു 12. ഇത് കട്ട് ചെയ്താൽ 6. 5 ഇൻറ്റു 6 എത്രയാ? 30 ജൂളാണ് ആൻസർ. 30 ആണ് ആൻസർ വരിക. ക്ലിയർ ആണോ നോക്ക്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. യെസ്, സാർ എങ്ങനെ 30 കിട്ടിയിട്ടുണ്ട്. ആകാശ് രാജ്. അടുത്ത പറയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ബോഡി ഓഫ് മാസ് 5 kg ഈസ് മൂവിങ് വിത്ത് എ മൊമെൻറ്റം ഓഫ് 10 kg/s. ബോഡിയുടെ മാസ് എത്രയാണ്? 5 kg ആണ്. അതിനൊരു മൊമെൻ്റ് ഉണ്ട്, എത്രയാണ്? 10 kg/s. യൂണിറ്റ് ഓക്കെയാണ്, എസ് യൂണിറ്റ് ആണ്. നൗ എ ഫോഴ്സ് ഓഫ് 2 Newton ആക്ട്സ് ഓൺ ദി ബോഡി ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് മോഷൻ ഫോർ 5 seconds. ടൈം 5 സെക്കൻഡ് ആണ്. ദി ഇൻക്രീസ് ഇൻ ദി കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി. അപ്പോൾ മൊമെൻറ്റം ചേഞ്ച് ആവും. അപ്പോൾ ആ ഇനീഷ്യൽ മൊമെൻറ്റം ഞാൻ എഴുതിയത് കേട്ടോ. ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കൊക്കെ വേണ്ടി വരും. എന്നിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. എടാ ഇവിടെ ഫോഴ്സ് ഇൻ ടൈമൊക്കെ തന്നില്ല. ഒരു ഫോഴ്സ് കുറച്ച് ടൈം നേരത്തേക്ക് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് വെക്കാൻ പറ്റും. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ശരിക്കും എന്ത്? ഫോഴ്സ് ഇൻറ്റു ടൈം. റെഡി? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ. ഇതിൻ്റെ വാല്യൂ ആണ് ഫോഴ്സ് ഇൻറ്റു ടൈം. പി ഫൈനൽ എത്രയാ? അറിഞ്ഞൂടാ. ഇനീഷ്യൽ അറിയോ? അറിയാം, 10 തന്നിട്ടുണ്ട്. ഫോഴ്സ് എത്രയാ? 2 Newton. 2 Newton തന്നെയല്ലേ? യെസ്. ഇൻറ്റു ടൈം 5 സെക്കൻഡ്. അപ്പോൾ പി ഫൈനൽ വരിക 2 × 5 10ഉം 10 കൂടെ 20 വരും. അപ്പോൾ ഇനീഷ്യലും കിട്ടി, ഫൈനലും കിട്ടി. അപ്പോൾ നമുക്കിനി കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാലോ. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിൽ റിലേഷൻ ഇല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആണ്. റെഡി അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാമല്ലോ. ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി അല്ലേ ചോദിച്ച്? ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ചേഞ്ച്. എങ്ങനെയാണ് കിട്ടുക? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. അപ്പോൾ p²/2m ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ 2m. എത്രയാ ഫൈനൽ? എത്ര അവിടെ കിട്ടിയ? 20 അല്ലേ? അപ്പോൾ 20ൻ്റെ സ്ക്വയർ മൈനസ് ഇനീഷ്യലി 10ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു മാസ് 5 kg അല്ലേ പറഞ്ഞ്? യെസ്. അപ്പോൾ ഇതിൽ കൊടുത്താൽ എത്ര? 20ൻ്റെ സ്ക്വയർ 400 മൈനസ് 100 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ മുകളിൽ 300/10 എന്ന് വരും. അപ്പോൾ 30 ജൂൾ ആയിരിക്കും ആൻസർ. കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ ജൂളിലല്ലേ ഉണ്ടാവുക? അപ്പോൾ 30 ജൂൾ. യെസ്. റെഡിയാണോ? യെസ്, 30. ഓക്കെ. ഷാഡോ ക്യൂൻ കിട്ടിയില്ല ആൻസർ? സാരംഗം ഓക്കെയാണ്. യെസ് യെസ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കോ, 25ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഏകദേശം 2 മണിക്കൂർ ആവാറായിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സ്പീഡിൽ, ഇത്രയൊക്കെ സ്പീഡിലൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തെടുക്കുന്ന. അപ്പോൾ ഇതിൽ കൂടുതലും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുക പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രോബ്ലംസാണ് സോൾവ് ചെയ്തത്. പിന്നെ ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക ചെയ്യുന്നത് നിങ്ങൾക്ക്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ടൈം എന്തായാലും എടുക്കൂല. നമുക്കൊരു മണിക്കൂറിൽ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് ശരിക്കും 25 ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ശരിക്കും 25 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ കൊണ്ടൊക്കെ.
കാരണം ഇതിൽ ഒക്കെ പ്രോബ്ലംസാണ്. നമ്മൾ JEE എക്സാമിന് JEE മെയിന് നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്വസ്റ്റ്യനും ഇത്രത്തോളം ലെങ്തി ആവില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളതും എന്ന് വെച്ചാൽ ആ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു നല്ല കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ സെറ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ഫുൾ പ്രോബ്ലം മാത്രം അടിച്ച് കയറ്റിയിട്ട് ഒരു പേപ്പർ ഒരിക്കലും അവർ സെറ്റ് ചെയ്യൂല. അപ്പോൾ അതിനകത്ത് ടൈം ബാലൻസ് ചെയ്യാനുള്ള വഴികൾ അവർ ചെയ്യും, NTA ചെയ്യും, എന്നിട്ടേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ സ്പീഡിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ഇത് കൂടുതൽ പ്രോബ്ലംസ് ആയതുകൊണ്ടാണ് ഏകദേശം 2 മണിക്കൂറോളം ടൈം നമ്മൾ എടുത്ത്. പക്ഷേ ഈ 2 മണിക്കൂറിൽ സത്യം പറഞ്ഞാൽ ഇത്ര തന്നെ എത്തുമെന്ന് ഞാൻ എന്ത് വിചാരിച്ചിട്ടില്ല. ഓക്കെ, ഇത്ര തന്നെ എത്തുന്നുള്ളത്, അതായത് ഇപ്പോൾ 25 ക്വസ്റ്റ്യൻ എത്തുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. 25 പക്ഷേ നിങ്ങൾ കുറേ ആൾക്കാർ വളരെ പെട്ടെന്ന് ആൻസറുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്, ലൈവിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയത്. ചില ആൾക്കാരൊക്കെ നന്നായിട്ട് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. സാരംഗ്, ഷാഡോ ഗ്രീൻ, കുറച്ച് ആൾക്കാർ, പിന്നെ അതിനിടയ്ക്ക് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരിങ്ങനെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട്, നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പം നല്ലതാണ് ശരിക്ക്. ഓക്കെ, ഫർഹാൻ, ക്യാൻ ഐ റൈറ്റ് JEE ഓൺ ഏപ്രിൽ സെഷൻ എഴുതാൻ പറ്റും? യെസ്, തീർച്ചയായിട്ടും. ജനുവരിയും ഏപ്രിലുമാണ് സാർ ഉണ്ടാവാറുള്ളത്. 2 സെഷൻ വരും. ഇത് ഫസ്റ്റ് സെഷനാണ്. ഇതിൽ എഴുതുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിൽ എഴുതുന്നില്ലെങ്കിലും അടുത്തതിൽ മാത്രമായിട്ട് എഴുതാനൊക്കെ പറ്റും. രണ്ടും വേണമെങ്കിൽ രണ്ടും എഴുതാൻ പറ്റും. ബെസ്റ്റ് ഓഫ് 2 ആയിരിക്കും അതിൽ നിന്ന് എടുത്തു പോവുക. ഓക്കെ, യെസ്, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ നോക്കാമല്ലോ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങളപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക, ഇതുപോലെ പോവുക, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, നോക്കിക്കോ. എ ബ്ലോക്ക് ഓഫ് മാസ് 5 കിലോഗ്രാം starting from rest pulled up on a smooth inclined plane making an angle of 30 degree with horizontal with an effective acceleration of 1 meter per second square. The power delivered by the pulling force at t equal to 10 seconds from the start is. നോക്കിയേ, ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്. ആ ഇൻക്ലൈൻ പ്ലെയിൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇതിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് 5 കിലോഗ്രാം ആണ്. ബ്ലോക്ക് ഓഫ് മാസ് 5 കിലോഗ്രാം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റ് എന്നാണ്. പുൾഡ് അപ്പ് ഓൺ ആൻഡ് സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എ ഹൊറിസോണ്ടൽ വിത്ത് ആൻ എഫക്റ്റീവ് ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങോട്ടേക്കുള്ള ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. റെഡിയല്ലേ? താഴേക്ക് എന്തുണ്ടാവും? mg sin θ ഉണ്ടാവും. ഇവിടെ mg sin θ വാല്യൂ എത്രയാണ് വരിക? മാസ് എത്രയാണ്? 5 കിലോഗ്രാം. ജീൻ്റെ വാല്യൂ 10, സൈൻ 30 1/2. അപ്പോൾ ഇത് 25 ആയിരിക്കും വരുന്നുണ്ടാവും അല്ലേ? 25. റെഡി? ഇനി എന്താ വേണ്ടത്? എഫക്റ്റീവ് ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ സെക്കൻഡ് സ്ക്വയർ. ദി പവർ ഡെലിവേർഡ് ബൈ ദി പുള്ളിംഗ് ഫോഴ്സ്. അപ്പോൾ പവർ കിട്ടണം. പവർ കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? പവർ F.V അല്ലേ വരിക. അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂം കിട്ടണം, വെലോസിറ്റിയും കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കിട്ടുക? ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് വെച്ചുകൂടെ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു MA വെക്കാലോ. നെറ്റ് ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? F - 25 ഈക്വൽ ടു MA. F നെറ്റ് ഈക്വൽ ടു MA ആണ് ഞാൻ കൊടുത്തത് കേട്ടോ. F നെറ്റ് ഈക്വൽ ടു MA. അപ്പോൾ F - 25 ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ F ഈക്വൽ ടു 30 അല്ലേ? 30 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? വെലോസിറ്റി കിട്ടണം. വെലോസിറ്റി എങ്ങനെ കിട്ടും? എടാ, ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 10 സെക്കൻഡിലാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? V = U + AT വെച്ചാൽ പോരെ? ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ 1, ടൈം 10 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് എത്ര ആയിട്ടുണ്ടാവും? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ വെലോസിറ്റിയും കിട്ടി. അപ്പോൾ 30 × 10 300 വാട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നീറ്റല്ല, JEE തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു മാറിപ്പോയോ? ഓക്കെ, ഫർഹാൻ ചോദിച്ചത് ക്യാൻ ഐ റൈറ്റ് JEE ഓൺ ഏപ്രിൽ എന്നാണ് ചോദിച്ചത്. ഓക്കെ, തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. 2 സെഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ജാനുവരി സെഷനാണ് വരുന്നത്, അതുപോലെ ഏപ്രിൽ സെഷൻ ഉണ്ടാവും. 2 സെഷൻ വേണമെങ്കിലും എഴുതാം, ഓരോന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, 2 എഴുതാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ, ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? 300 ആയിരിക്കും ആൻസർ വരിക. യെസ്, അപ്പോൾ ഇത്രയാണുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർക്ക് ഞാൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് ചെയ്യുമ്പോൾ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ആ സെഷൻ ആ പാർട്ടൊക്കെ ഒന്ന് നോക്കുക, ഡൗട്ടുകളുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ, ഫിസിക്സിന് ഇനിയും ക്ലാസ്സുകളുണ്ട്, കെമിസ്ട്രിക്ക് വരാനുണ്ട്, മാത്സിനും വരാനുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ വരാനുണ്ട്. ജയ് എന്ത് ചെയ്യണം, അടിച്ചു പൊളിച്ച് എഴുതണം. ഈ ജാനുവരി സെഷനിൽ തന്നെ നല്ല സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അതിൽ നിന്ന് ഒരുപാട് കണ്ടന്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതൊക്കെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.